മനുഷ്യരായ ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ ഓട്ടത്തിനിടയിലാണ്. ദുനിയാവ് ഒന്ന് ശരിയായി കിട്ടാൻ, ഒന്ന് പച്ച പിടിക്കാൻ, ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കിട്ടാൻ, ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ, വലിയ വലിയ സാമ്രാജ്യങ്ങൾ നേടിയെടുക്കാൻ, അങ്ങനെ മനുഷ്യൻ പലതരത്തിലുള്ള ഓട്ടത്തിനിടയ്ക്ക് ചിലപ്പോഴെങ്കിലും അവനൊന്ന് ഇരുന്ന് ചിന്തിക്കണം, എന്നെ സൃഷ്ടിച്ചത് എന്തിനാണ്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, എൻ്റെ യാത്ര എങ്ങോട്ട്, ഏതറ്റം വരെ പോകും എന്നവൻ ഇരുന്നൊന്ന് ആലോചിക്കണം. എന്നെ സൃഷ്ടിച്ച എൻ്റെ റബ്ബ് എന്തൊരു ദൗത്യത്തിനാണ് ഈ നാട്ടിൽ എന്നെ ഇവിടെ സൃഷ്ടിച്ച് എനിക്കാവശ്യമായതെല്ലാം നൽകിയത്. അള്ളാഹുവിൻ്റെ ഖുർആൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം. അല്ലയോ മനുഷ്യരെ, ഉദാരനായ നിന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ്, നിനക്കെന്തു പറ്റി? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ് സൂറത്തിൻ മാ ശാഅ റക്കബക. 82-ാമത്തെ അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള ആയത്തുകൾക്കിടയിൽ അല്ലാഹ് ചോദിക്കുകയാണ്, അല്ലദീ ഖലഖക, നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബ്, ഫസവ്വാക, നിന്നെ സംവിധാനിച്ചവനായ, ശരിപ്പെടുത്തിയവനായ, ഫഅദലക, നിന്നെ ശരിയായ അവസ്ഥയിലാക്കുകയും താൻ ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ സംഘടിപ്പിക്കുകയും ചെയ്ത ആ റബ്ബിന്റെ കാര്യത്തിൽ നീ എങ്ങനെയാണ് വഞ്ചിതനായി കളഞ്ഞത്? എന്താ നിന്റെ റബ്ബിനെ കുറിച്ച് നീ ചിന്തിക്കാത്തത്? നീ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ചു. ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന്, ഇവിടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ നീ ആരായിരുന്നു? ഒന്നും അറിയാത്തവനായി നീ ലോകത്ത് വന്നവനാണ്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഇന്ന് നമ്മൾ ആരൊക്കെയോ ആണെന്ന തോന്നലുണ്ട്. നമുക്കൊക്കെ പല സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെയുണ്ട്. നമ്മളൊക്കെ ഇന്ന് നാട്ടിലും പ്രസ്ഥാനങ്ങളിലും പള്ളികളിലുമൊക്കെ വലിയ വലിയ നേതാക്കന്മാരാണ്. ഒരു നാൾ നമ്മൾ ആരായിരുന്നു? ഒന്നും അറിയാത്തവനായി നീ ഉമ്മാന്റെ ഗർഭപാത്രത്തിനുള്ളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്നതാരാ? വല്ലാഹു അഖ്റജകും, അല്ലയാണ്. ഒന്നും അറിയാത്തവരായിരുന്നു. പിന്നീട് വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, കാഴ്ച നൽകി, കേൾവി നൽകി, ചിന്താശേഷി നൽകി. എന്തിനു വേണ്ടിയാണ്? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നവരാകാൻ വേണ്ടി. പടച്ചോൻ തന്നതിന്, നമുക്ക് കിട്ടിയതിന് നന്ദി കാണിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? 16-ാം അധ്യായത്തിന്റെ 78-ാമത്തെ ആയത്ത് കൊണ്ട് അള്ളാന്റെ ചോദ്യം അതാണ്. മനുഷ്യ, നീ ആലോചിച്ച് നോക്ക്, നീ പേര് പറയാൻ പോലും പറ്റാത്ത ഒരു വസ്തുവായിരുന്നു. ജനിക്കുന്നതിന്റെ 5 കൊല്ലം മുമ്പ് നമ്മൾ എവിടെയിരുന്നു? നമ്മുടെ വയസ്സിന്റെ 2 കൊല്ലം മുമ്പ് നമ്മൾ എവിടെയിരുന്നു? ഒരു പേര് പോലും പറയാത്ത അവസ്ഥയിലായിരുന്നു. എന്നിട്ട് പടച്ച റബ്ബ് നമുക്ക് ജീവിക്കാനുള്ള അവസരം ഈ ദുനിയാവിൽ നൽകി. അള്ളാഹു ഉദ്ദേശിക്കുന്ന പോലെ അള്ളാഹു സൃഷ്ടിക്കുകയാണ്. ഖാല കദാലികില്ലാഹു യഖ്ലുഖു മാ യശാ. അള്ളാഹ് ഉദ്ദേശിക്കുന്ന പോലെ അള്ളാഹ് സൃഷ്ടിക്കും. ആണാവേണ്ടവനെ ആണായി, പെണ്ണാവേണ്ടവരെ പെണ്ണായി, മലയാളിയാകേണ്ടവനെ മലയാളിയായി. ഓരോന്നും അള്ളാഹുവിന്റെ മശീഅത്ത് പ്രകാരം ഈ നാട്ടിൽ ഇവിടെ നടക്കുകയാണ്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ബാധ്യത എന്താണ്? മനുഷ്യൻ അവൻ അള്ളാഹുവിനെ കുറിച്ച് നന്നായി ചിന്തിക്കണം. അള്ളാഹു നൽകിയിട്ടുള്ള അവന്റെ അവസരങ്ങൾ അവൻ നന്നായി ഉപയോഗപ്പെടുത്തണം. ഇതെല്ലാം നൽകിയ റബ്ബാണ് പറയുന്നത്, വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. ഇവിടെ എത്ര സത്യമായിട്ട് നമ്മൾ ജീവിച്ച്. ഇതുപോലെ മനുഷ്യരെ ഖിയാമത്ത് നാളിൽ പുറത്ത് കൊണ്ടുവരപ്പെടും. പുറത്തേക്ക് അവനെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരപ്പെടും. എന്നിട്ട് അവനോട് പറയും, ഇഖ്റഅ കിതാബക്, നിന്റെ ഗ്രന്ഥം, നീ ചെയ്തു കൂട്ടിയ എല്ലാ നന്മയും തിന്മയും അടങ്ങുന്നതെല്ലാം ഒന്ന് ഇതാ വായിച്ചു നോക്ക്. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ, ഇന്ന് വിചാരണ ചെയ്യാൻ വേറൊരാളും വരേണ്ടതില്ല, നീ തന്നെ മതിയായവനാണ്. ഒരു പരലോകം ഓർപ്പെടുത്തുക.
4 സ്ഥലങ്ങളിൽ താമസിക്കേണ്ടവനാണ് മനുഷ്യനെന്ന ഓർമ്മപ്പെടുത്തലാണ്. ഒന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്താണ്, 2ാമത് ദുനിയാവാണ്, 3ാമത് ഖബറിനകത്താണ്, 4ാമത് പരലോകത്തുനിന്ന് സ്വർഗനരകം തീരുമാനിക്കപ്പെടുന്ന ഒരു താവളത്തിലാണ്. ഇതെല്ലാം ഒരുപോലെ സത്യമാണ്, ഇത് നിഷേധിക്കേണ്ടതില്ല. അതുകൊണ്ട് മനുഷ്യ, നിന്റെ സൃഷ്ടിപ്പ് എത്ര സത്യമാണ്, അതിൽ എന്തെല്ലാം അത്ഭുതകരമായ സംവിധാനം അല്ലാഹു ഒരുക്കി വെച്ചു. വലഖദ് കറംനാ ബനീ ആദം. ഇവിടെ മറ്റ് നാട്ടിൽ എത്ര ജീവികളുണ്ട്, ലക്ഷക്കണക്കിന് ജീവികൾ നാട്ടിലുണ്ടല്ലോ. എന്നാൽ മനുഷ്യ സന്താനങ്ങളെ നാം ആദരിച്ചിരിക്കുന്നു. എന്താ കാരണം? നമുക്ക് ബുദ്ധിശേഷി തന്നു, പ്രത്യേകമായിട്ട് സംസാരശേഷി തന്നു, നമുക്ക് കാതും കേൾവിയും എല്ലാം തന്നു. ഇത് ഉപയോഗപ്പെടുത്തുന്നവനാണ് മനുഷ്യൻ. അത് ഉപയോഗിക്കാത്തവൻ അവൻ നാശത്തിലാണ്, അവൻ കന്നുകാലികളെ പോലെയാണ്. അതിനേക്കാൾ മോശം എന്ന് പറഞ്ഞതാരാ? മനുഷ്യന് നൽകിയിട്ടുള്ള ചിന്താശേഷി, കേൾവി, അതുപോലെ കാഴ്ച, ഇതൊന്നും ഉപയോഗിക്കാത്തവരെ കുറിച്ചാണ് പറഞ്ഞത്. നരകത്തിന്റെ ആഴങ്ങളിൽ വലഖദ് ദറഇനാ ലിജഹന്നമ കസീറം മിനൽ ജിന്നി വൽ ഇൻസി. ഇൻസ് വർഗത്തിലും ജിന്ന് വർഗത്തിലും പെട്ട ധാരാളം ആളുകളെ കൊണ്ട് നരകം നിറക്കുന്നതാണ്. എന്താണ് അവർക്ക് പറ്റിയ അബദ്ധം? എന്താ? ലഹും ഖുലൂബുൻ, അവർക്ക് ഖൽബുകൾ ഉണ്ടായിരുന്നു. ലാ യഫ്ഖഹൂന ബിഹാ, ചിന്തിക്കൂല. ഓല് പറയണൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട, അതൊന്നും ഞങ്ങൾക്ക് അറിയന്നെ വേണ്ട. ഞങ്ങൾ പണ്ട് എങ്ങനെയാ പോയത്, ഞങ്ങൾ അങ്ങനെ പോവും. ഞങ്ങളെ വാപ്പകാരണന്മാർക്ക് എങ്ങനെ ജീവിച്ച് അങ്ങനെ ജീവിക്കും. അതെന്താ ചിന്തിക്കാനുള്ളത്? ലഹും ഖുലൂബുൻ, അവരെ കൽബുള്ളവരായിരുന്നു. ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് അവര് ചിന്തിക്കൂലായിരുന്നു. വലഹും അഅ്യുനുൻ, അവർക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നു. ലാ യുബ്സിറൂന ബിഹാ, അവരത് കാണേണ്ടത് കണ്ടില്ലായിരുന്നു. അവർക്ക് ചിന്തിക്കാനും പഠിക്കാനും നന്നാവാനും എല്ലാം അവന് കാഴ്ചയും നന്നായി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവൻ അത്ര ശ്രദ്ധിക്കുന്നില്ല. വലഹും ആദാനുൻ, അവന് കാതുകളുണ്ടായിരുന്നു, അവർക്ക് കാതുകളുണ്ടായിരുന്നു. ലാ യസ്മഊന ബിഹാ, അവരത് കേൾക്കൂല എന്ന് മാത്രല്ല, ബാക്കിയുള്ളവരോട് പറ്റുന്നവരോടൊക്കെ കേൾക്കരുതേ എന്ന് പറയാൻ പോലും പരമാവധി അവൻ ശ്രമിക്കും. അങ്ങോട്ട് പോകരുത്, അവർക്ക് സ്ഥലം കൊടുക്കരുത്, അവർക്ക് മൈക്ക് കൊടുക്കരുത്, കണ്ടാ മിണ്ടരുത്, സലാം പറയരുത്, ചിരിക്കരുത്. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? എന്താ? ഹക്ക് പറയുമ്പോൾ അത് കേൾക്കാനുള്ള മനസ്സുണ്ടാവണം, ചിന്തിക്കാനുള്ള അവസ്ഥയുണ്ടാകണം. ഇവരെ കുറിച്ച് പറയാണ് ഉലൈക കല്ലൻആം, ഇവര് കന്നുകാലികളെ പോലെയാണ്. ബൽഹും, അതല്ലതിനേക്കാൾ വഴിപിഴച്ചവരാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധരാണ്. കുറെ തിന്നും, കുറെ പൈസ ഉണ്ടാക്കും, കുറെ പൈസ ചെലവാക്കും. ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് യാതൊരു ബോധവുമില്ല. ആദർശം പഠിക്കേണ്ടടുത്ത് ആദർശം പഠിക്കൂല, ദീൻ ഉൾക്കൊള്ളേണ്ടടുത്ത് ദീൻ ഉൾക്കൊള്ളൂല. ഓരോ നിലക്കും അവനവന് ലഭിച്ചിരിക്കുന്ന ആ നിഅമത്തുകൾ വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് വരാൻ അവൻ സന്നദ്ധരാകാത്തത് കൊണ്ട് അവർ അശ്രദ്ധയിലായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു നന്മയുടെ സദസ്സ് നമ്മൾ പരമാവധി സാഗൂതം ശ്രദ്ധിക്കാനും കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണമെന്നാണ് ആമുഖമായി പറയാനുള്ളത്. ഇത്ര നല്ല ഒരു സംവിധാനം ഈ ഒരു വിശാലമായ അയനിക്കോട് അങ്ങാടിയിൽ ഇത്ര വിശാലമായ ഒരു സംവിധാനം ഒരുക്കിയ ഈ സദസ്സൊരുക്കി, സൗണ്ട് സിസ്റ്റങ്ങൾ, സ്റ്റേജ് സംവിധാനങ്ങൾ, ലൈവായ റെക്കോർഡിംഗ് സംവിധാനങ്ങൾ എല്ലാം നമുക്ക് ഒരുക്കി തന്ന ഭാവിയിലും എത്രയോ 10,000-കണക്കിന് ആളുകൾ കേൾക്കാൻ പോകുന്ന ഒരു ശബ്ദത്തിന്റെ ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ മുമ്പിൽ ഒരു സ്വതക്കു വേണ്ടിയുള്ള അവസരം വരുമ്പോൾ ആ ഒരു നന്മയുടെ മജ്ലിസിന്റെ ഇൽമിൻ്റെതായ മഹത്വം മനസ്സിലാക്കി ഈ ദഅവാ പ്രബോധനത്തിന് ആവശ്യമായ നല്ല ഒരു സഹകരണം എല്ലാവരും മകമഴിഞ്ഞ് ചെയ്യണമെന്ന് കൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ സമ്പത്തിലും ജീവിത മേഖലകളിലും കച്ചവടത്തിലും വരുമാനത്തിലും അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യൻ എന്ന നിലക്ക് അവന് പടച്ച റബ്ബ് നല്ല ബുദ്ധിശേഷി കൊടുത്തു, ഹൃദയം കൊടുത്തു, പഞ്ചേന്ദ്രിയങ്ങൾക്കുള്ള ശേഷി കൊടുത്തു, പഠിക്കാനും വായിക്കാനുമുള്ള അവസരങ്ങൾ കൊടുത്തു, ചിന്താശേഷി അവൻ ഇട്ടുകൊടുത്തു. ഇതൊക്കെയുണ്ടെങ്കിലും അല്ലാഹ് പറയുന്നുണ്ട്, ഇതൊക്കെയുണ്ടെങ്കിലും മനുഷ്യൻ ദുർബലനാണ്. ഏത് സമയത്തും മറ്റ വീഴാം, ഏത് സമയത്തും ശ്വാസം നിലക്കാം, ഏത് സമയത്തും അറ്റാക്ക് വരാം, ഏത് സമയത്തും മാരക രോഗിയാകാം. വഖുലിഖൽ ഇൻസാനു ളഈഫാ,
സൂറത്തുൻ നിസാഇന്റെ 28-ാമത്തെ ആയത്ത്, മനുഷ്യൻ ദുർബലനായി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്. മേനി പറയാൻ ഒരു വകുപ്പില്ല, അഹങ്കരിക്കാൻ ഒരു വകുപ്പുമില്ല. എന്തൊക്കെ കഴിവുണ്ടെന്ന് പറഞ്ഞാലും എത്ര കോടികളുണ്ടെന്ന് പറഞ്ഞാലും അഹങ്കരിക്കാൻ ഒരു വകുപ്പുമില്ലാത്തവനാണ്. ദുർബലനാണ് മനുഷ്യൻ. ഒരു കുഞ്ഞായി ജീവിച്ചു, പിന്നീട് ചെറിയൊരു യൗവനം കിട്ടും, പിന്നീട് പതുക്കെ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് ലഅഫിലേക്ക് മാറിപ്പോകുന്നവനാണെന്ന ബോധം നമുക്കുണ്ടാകണം. മനുഷ്യൻ അവനെക്കുറിച്ച്, അവൻ്റെ ദുർബലങ്ങളെക്കുറിച്ച് നന്നായി ആലോചിച്ചുകൊണ്ട് ജീവിതത്തെ ശരിയായ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരാൻ അവൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇത് ഖുർആൻ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ഇങ്ങനെ പറഞ്ഞു പോയതാണ് ഞാൻ. അതുകൊണ്ട് മനുഷ്യൻ അവന് ലഭിക്കുന്ന ഓരോ സന്ദർഭങ്ങളും അവൻ്റെ വെള്ളത്തെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച്, അവനുണ്ടാക്കുന്ന കത്തിക്കുന്ന തീയിനെ കുറിച്ച്, എവിടുന്നാ തീ ഉണ്ടാവണത്, എവിടുന്നാ നിങ്ങൾ കുടിക്കാനുള്ള വെള്ളം കിട്ടുന്നത്, എല്ലാം നിങ്ങൾക്ക് തരുന്നത് പടച്ച റബ്ബാണ്. അതുകൊണ്ട് ചിന്തിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും അള്ളാഹുവിലേക്ക് മടങ്ങാനും വേദഗ്രന്ഥം ഉൾക്കൊള്ളാനും വഹീന്റെ സന്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാനും മരണം വരെ മാത്രമാണ് ദുനിയാവിൽ നമുക്ക് ചാൻസ് ഉള്ളത്. ആ മരണത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇവിടെ സെക്കൻഡ് ചാൻസ് കൊടുക്കാറില്ല. അതുകൊണ്ടാണ് പല മനുഷ്യരും അറിയാതെ, അത്രയും കാലം ചിന്തിക്കാതെ മരണം കയ്യിന്റെ മുമ്പിൽ ഇങ്ങനെ എത്തുമ്പോ, തൊണ്ടക്കുഴിയിൽ എത്തുമ്പോ കാല അവൻ പറയും, റബ്ബിർജിഊൻ, റബ്ബേ എന്നെ ഒന്ന് മടക്കി തരുമോ, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫിമാ തറക്തു. ഞാനേ ചെയ്യണമെന്ന് കുറെ കാര്യങ്ങൾക്ക് വിചാരിച്ചിരുന്നു. ഖിയാമുൽ ലൈലിന് ആഗ്രഹം ഉണ്ടായിരുന്നു, സ്വതക്ക ചെയ്യണമെന്ന് മോഹം ഉണ്ടായിരുന്നു, ഹജ്ജിന് പോകണം, ഉംറക്ക് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, സുന്നത്ത് നോമ്പെടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അങ്ങനെ കുറേ ആലോചനകൾ ഉണ്ടായിരുന്നു. മരണം വരുമ്പോൾ അവൻ പറയാണ്, ഒരുപാട് ഞാൻ നന്മകൾ ഉപേക്ഷിച്ചു പോയി, അതൊക്കെ ഒന്ന് ചെയ്യാനൊരു അവസരം തരുമോ? അല്ല, അവിടുന്ന് മറുപടിക്കല്ല, വേണ്ട, അതൊന്നും നടക്കൂല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊക്കെ പറയണ വെറുതെ ഒരു വാക്ക് മാത്രമാണ്, അതുകൊണ്ടൊന്നും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഈ അവസരം നമ്മുടെ ജീവിതത്തിൽ പടച്ച റബ്ബ് തന്നിരിക്കുന്ന അവസാനത്തെ ചാൻസ് മരണം വരെയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു ദിക്ർ ചൊല്ലാൻ, ഒരു പ്രാർത്ഥന ചൊല്ലാൻ, ഒരു സ്വലാത്ത് ചൊല്ലാൻ, ഒരു 10 രൂപ സ്വതക്ക ചെയ്യാൻ, ഒരു രോഗിനെ സന്ദർശിക്കാൻ, ഒരു മയ്യിത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ഒന്നിനും അവസരമില്ല. ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വظن أنه الفراق والتفت കണങ്കാലും കൂട്ടിപ്പിണയുന്ന, ഇവിടുന്ന് അവസാനമായി വിട പറയുന്ന രംഗം വരാനുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മുമ്പേ നമ്മൾ നമ്മുടെ വിശ്വാസം ശരിപ്പെടുത്തണം, കർമ്മങ്ങൾ നന്നാക്കണം, സ്വഭാവങ്ങൾ ശരിപ്പെടുത്തണം, സത്യത്തിൻ്റെ കൂടെ നിലകൊള്ളണം, പ്രബോധകനായി നമുക്ക് മാറാൻ കഴിയണം, നല്ല ഒരു കുടുംബജീവിതത്തിന് സാധ്യമാകണം, നമ്മുടെ കച്ചവട രംഗം മാന്യമാകണം, നമ്മുടെ രാഷ്ട്രീയം മാന്യമാകണം, നമ്മുടെ ജീവിത ഇടപാടുകളെല്ലാം സുരക്ഷിതമായ നാളെ സ്വർഗത്തിന്റെ ഒരു വക്താവായി മാറാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് സാധ്യമാകാനുള്ള വഴികളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മറിച്ച് അള്ളാഹുവിനെ നമ്മൾ കൈവെടിഞ്ഞ് റബ്ബിന്റെ കൽപ്പനകൾ ധിക്കാരം കാണിച്ച് നടന്നാൽ നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മളെ പിടികൂടൂലെന്ന്? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് വിചാരിക്കുന്നുണ്ടോ? നമ്മിലേക്കൊന്നും നിങ്ങളെ മടക്കൂലാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മരിച്ചാൽ തീരുന്നാണ് വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ രണ്ടാമത് എൻ്റെ അടുത്തേക്ക് വരൂല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളെ കുറെ തിന്നാനും രമിക്കാനും രസിക്കാനും സുഖിക്കാനും വേണ്ടി സൃഷ്ടിച്ചതാണെന്ന് തോന്നുന്നുണ്ടോ? ആ ധാരണ നിങ്ങൾക്ക് വേണ്ട. എല്ലാം അള്ളാഹുവിൻ്റെ കോടതിയിൽ വരുന്നതാണ്, കൊണ്ടുവരപ്പെടുന്നതാണ്. അതുകൊണ്ട് മനുഷ്യരോട് മൊത്തത്തിൽ ഒരു കാര്യം അങ്ങ് പറയുകയാണ്. ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിനോടും ഹവ്വാ ബീവിയോടും പറഞ്ഞ കാര്യം നമുക്ക് ബാധകമാണ്. ഖുൽ നഹ്ബിതു മിൻഹാ ജമീആ, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അവരെ പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ, എന്നിൽ നിന്ന് ഭൂമിയിലേക്ക് സന്മാർഗം വന്നുകൊണ്ടിരിക്കും. ഫമൻ തബിഅ ഹുദായ്, ആ മാർഗം ആരാണോ പിൻപറ്റുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് വിഷമിക്കാനില്ല, അവർക്ക് സങ്കടപ്പെടാനില്ല, അവർക്ക് ദുഃഖിക്കാനും ഒന്നും അവസരമില്ല.
അള്ളാഹുവിൻ്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ ദുനിയാവിലേക്ക് ഹുദ വന്നുകൊണ്ടിരിക്കും. അതിനാണ് ലോകത്ത് അമ്പിയാക്കന്മാരെ പറഞ്ഞയച്ചത്. ആ അമ്പിയാക്കന്മാരുടെ മാർഗം നമ്മൾ സ്വീകരിക്കണം. അതിൽ അവസാനത്തെ പ്രവാചകനാണ് അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാർ പറഞ്ഞതും ഞാൻ പറയുന്നതുമായ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അത് പറയാനാണ് സകല പ്രവാചകന്മാരും ലോകത്ത് വന്നിട്ടുള്ളത്. ആ പ്രവാചകന്മാരുടെ സന്ദേശത്തിന്റെ അവസാനത്തെ പതിപ്പാണ് വഹീന്റെ സന്ദേശമാണ് ഖുർആന്. എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും സന്ദേശം ഖുർആനിലുണ്ട്. അതുകൊണ്ട് ഖുർആനാണ് അവസാനത്തെ പ്രവാചകന് ലഭിച്ചിരിക്കുന്ന ഹുദ. ആ ഹുദ പിൻപറ്റാനാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത് ഹുദൽ ലിന്നാസ്. ഇത് ജനങ്ങൾക്ക് മുഴുവനായുള്ള സന്മാർഗ ഗ്രന്ഥമാണ്. ഇത് ഫുർഖാനാണ്, സത്യവും അസത്യവും വേർതിരിച്ച ഗ്രന്ഥമാണ്. ഇതാരെങ്കിലും ഉണ്ടോ? മനുഷ്യന്മാരുണ്ടാക്കിയതല്ല. ഇത് വഹീന്റെ അടിസ്ഥാനത്തിൽ അവസാനത്തെ ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യനും കൊടുക്കാനുള്ള ഹുദയുടെ ഗ്രന്ഥമാണ് ഹുദൽ ലിന്നാസ്. ഇത് മലപ്പുറം ജില്ലക്കാർക്ക് കൊടുത്തല്ല, ഇത് മക്കക്കാർക്കും മദീനക്കാർക്കും മാത്രം തന്നതല്ല, ഇത് മുഴുവൻ മനുഷ്യർക്കുമുള്ള വേദഗ്രന്ഥമാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു യാ അയ്യുഹന്നാസ്, മനുഷ്യരേ. 20ലധികം സ്ഥലത്ത് വിളിച്ചിട്ട് പിന്നെ മനുഷ്യരോടുള്ള ഉപദേശമാണ് യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണേ. വഅബ്ദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണേ. ഇങ്ങനെ മനുഷ്യരുടെ റബ്ബിനെ ആരാധിക്കാൻ, മനുഷ്യരെ ആരാധിക്കരുത്, മനുഷ്യർ മഹാന്മാരെ ആരാധിക്കരുത്, മനുഷ്യർ കല്ലുകളെ ആരാധിക്കരുത്, മനുഷ്യർ ജീവനുള്ളവരെ ജീവനില്ലാത്തവരെ മരിച്ചവരെ ജീവിച്ചവരെ ആരെയും ആരാധിക്കാൻ അവകാശം പറയാനില്ല. അതിൻ്റെ അധികാരം അല്ലാഹ്ക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹനെ നിഷ്കളങ്കമായി ആരാധിക്കാനല്ലാതെ ഒരു കൽപ്പനയും മനുഷ്യരോട് പറഞ്ഞിട്ടില്ല. അല്ലാഹ്ക്ക് ആരാധന ചെയ്യാം. അതിലേറ്റവും പ്രധാനമാണ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനകൾ അടങ്ങുന്നതാണ് ഇബാദത്ത്. അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥനയാണ്, അത് തന്നെയാണ് ആരാധന. ആരാധനയുടെ മജ്ജയാണ് പ്രാർത്ഥന. ഇതൊക്കെ നമ്മൾ എന്നും പഠിച്ചു കേട്ട് മനസ്സിലാക്കിയതാണ്. സഹോദരങ്ങളെ, ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിന്റെ കലാം പരിശുദ്ധ ഖുർആന് മനുഷ്യരോട് പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിന്റെ ഹുദയെ പിൻപറ്റാനാണ്. അത് എവിടുന്നാ കിട്ടുക? അത് നമ്മൾ നമ്മുടെ ഇച്ഛകൾക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഭൂരിഭാഗം എങ്ങനെ ചെയ്യുന്നു നോക്കി അനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഭൂരിഭാഗം ആളുകളും പിഴച്ചവരും അതുപോലെ തന്നെ ചിന്തിക്കാത്തവരുമാണെന്ന് ഖുർആനിന്റെ കൽപ്പനയിൽ, ഖുർആനിന്റെ നിർദ്ദേശങ്ങളിൽ വന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് ഒരു വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ ഇതാ ഞാൻ വിട്ടേച്ചു പോവുകയാണ്. ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും മുറുകെ പിടിച്ചാ നിങ്ങൾ പിഴക്കൂല. ഏത് നാട്ടിലേക്കോട്ടെ, ഏത് രാജ്യക്കാരനാവട്ടെ, അത് രണ്ടും മുറുകെ പിടിച്ചാ നിങ്ങൾ പിഴക്കൂല. കിതാബല്ലാഹി വസുന്നത റസൂലിഹി, അള്ളാന്റെ കിതാബും നബി തങ്ങളുടെ ചര്യയുമാണ്. നമ്മുടെ നാട്ടിലെ എന്ത് പ്രശ്നങ്ങളുണ്ടോ, സംഘടനകൾ തമ്മിൽ പ്രശ്നമുണ്ടോ, പ്രാസ്ഥാനിക പ്രശ്നങ്ങളുണ്ടോ, മതങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടോ, പരിഹാരമുണ്ട്. അള്ളാന്റെ കിതാബിലേക്ക് ഒരു പരിഹാരമുണ്ട്. ഇനി എന്ത് വിഷയം എടുത്തോളൂ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങളുടെ തർക്കം മടക്ക്. അപ്പൊ ഒരു പരിഹാരം വരും. ഏത് വിഷയത്തിലും മതം കൃത്യമായ പരിഹാര നിർദ്ദേശം നമുക്ക് നൽകുന്നുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. പ്രാർത്ഥനകളെല്ലാം അള്ളാഹുവിന് മാത്രം അധികാരപ്പെട്ടതാണ്. അവന് മാത്രമേ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകാനുള്ള കഴിവുള്ളൂ. അമ്പിയാക്കന്മാരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, മലക്കുകളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, മഹാന്മാരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. ഇന്നും എന്നും കൊല്ലങ്ങളായി, നൂറ്റാണ്ടുകളായി നമ്മളും പറഞ്ഞവരാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ അമ്പിയാക്കന്മാര് മുഴുവൻ ആ നാടുകളിൽ ചെന്നിട്ടും പറഞ്ഞത് അതാണ്. യാ ഖൗമി അബ്ദുല്ലാഹ്,
ജനങ്ങളെ നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ ഒരാരാധ്യനില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ചില മഹാന്മാർ ആരാധിക്കുന്നുണ്ടായിരുന്നു, മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇത് ഇന്ന് തുടങ്ങിയതല്ല. ആരായിരുന്നു അവർ? വദ്, സുവാഇ, യഗൂസ്, യഊഖ്, നസ്ർ. ആ സമയത്ത് നൂഹ് നബി അവരോട് പറയാണ്, നിങ്ങൾ ഇവരോടല്ല പറയേണ്ടത്, ഇവരോടല്ല പാപമോചനം തേടേണ്ടത്, ഇവരോടല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പറയേണ്ടത്. ഫഖുൽതു സ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുക. സൂറത്ത് നൂഹ് അർത്ഥം പഠിക്കാത്തവരൊക്കെ ഒന്ന് ഒരു തവണ എടുത്ത് വായിച്ചു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്ന ആദ്യത്തെ റസൂലായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരും. അതുകൊണ്ട് നിങ്ങൾ നേരെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ട് ഈ തിന്മകളിൽ നിന്നൊക്കെ, ഈ ശിർക്കിൻ്റെതായ എല്ലാത്തിനും ഒഴിവാക്കിയിട്ട് പടച്ച റബ്ബിലേക്ക് മടങ്ങാനാ പറഞ്ഞത്. അപ്പൊ ആ നാട്ടിലെ നേതാക്കന്മാരുണ്ടായിരുന്നു. അവർ പറഞ്ഞു, നൂഹ് പലതും പറയും, നമ്മളൊന്നും അത് കേൾക്കാൻ പോകണ്ട. അങ്ങനെ എല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലോ, അതൊന്നും കേൾക്കണ്ട, അതൊന്നും പറയണ്ട, ഓലൊക്കെ ജിന്നാണ്, ഓലൊക്കെ കണ്ണാണ്, ഓലൊക്കെ കാലാണെന്നൊക്കെ പറയും. ആ സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, വഖാലൂ, ആ നാട്ടിലെ ജനങ്ങൾ തിരിച്ചു പറഞ്ഞു, ലാ തദറുന്ന ആലിഹതക്കും, നിങ്ങൾ നിങ്ങളുടെ ആരാധ്യന്മാരെ ഒന്നും ഒഴിവാക്കണ്ട. നൂഹ് അങ്ങനെ പലതും പറയും, നിങ്ങൾ ഒഴിവാക്കണ്ട. വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റാ, നിങ്ങൾ ഇതൊന്നും ഒഴിവാക്കണ്ട കേട്ടോ, നിങ്ങൾ അയിമ തന്നെ പിടിച്ചോളി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ വിഗ്രഹത്തിന് ആരാധിക്കുന്ന ആര്? വാപ്പ, സ്വന്തം പിതാവ്. പക്ഷേ വാപ്പയാണെന്ന് വിചാരിച്ചിട്ട് ആദർശം മാറ്റാൻ പറ്റുമോ? ഇല്ല. സത്യം നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് എന്താ പറഞ്ഞു? വാപ്പാനോട് സത്യം പറയാൻ തീരുമാനിച്ചു. വാപ്പാനെ പേടിച്ചിരിക്കല്ല, വാപ്പാനോട് കാര്യം പറഞ്ഞു. എന്താ പറയാനുള്ളത്? എങ്ങനെയാ വിളിച്ചത്? നിങ്ങൾ മുശ്രിക്കാണെന്ന് പറഞ്ഞിട്ടാണോ? നിങ്ങൾ ജിന്നാണ് പറഞ്ഞിട്ടാണോ? നിങ്ങൾ വേറെന്തെങ്കിലും കാഫിറാന്ന് പറഞ്ഞിട്ടാണോ വിളിച്ചത്? അല്ല. യാ ബച്ചി, എന്റെ പ്രിയപ്പെട്ട വാപ്പ, എന്റെ പ്രിയപ്പെട്ട വാപ്പച്ചി, ഇന്നി യഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അദാബ് വരുന്നത് പേടിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നിങ്ങൾ പിഴക്കരുത്, നിങ്ങൾ നശിക്കരുതെന്ന് വിചാരിച്ചാൽ പറഞ്ഞിരുന്നു. എന്തിനാണ് ഈ അങ്ങാടിൽ തസ്ഫിയ? നമുക്ക് ഹക്ക് കിട്ടണം, നമുക്ക് സത്യം പഠിക്കണം, നമ്മുടെ നാട്ടുകാരോട് സത്യങ്ങൾ വിളിച്ചു പറയണം, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഹക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത്രേ ഉള്ളൂ. യാ ബത്തി, എന്റെ പ്രിയപ്പെട്ട ബാപ്പാ, ലിമ തഅബുദു, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? മാലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ, കാണാത്ത, കേൾക്കാത്ത, ഉപകാര ഉപദ്രവം ചെയ്യാത്തവയെ എന്തിനാണ് ബാപ്പാ നിങ്ങൾ ആരാധിക്കുന്നത്? ഈ ഒരു സന്ദേശമാണ് എന്നും അമ്പിയാക്കന്മാർക്ക് പറയാനുണ്ടായിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്, അഅ്ളമു ആയത്തിൻ ഫിൽ ഖുർആൻ, ഏറ്റവും മഹത്തായ ആയത്ത്, ഒരു ദിവസം 8 തവണ നമ്മൾ സുന്നത്തായി ഓതേണ്ടുന്ന ആയത്ത്, സൂറത്ത് അൽ ബഖറയിലെ 286 ആയത്തുൽ കുർസി ആയത്ത്. ആ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് എന്താ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അവൻ ആരാധ്യനാണ്, അവൻ മാത്രമാണ്, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. പിന്നെയോ അവൻ ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഖയ്യൂമാണ്, സർവനിയന്താവാണ്, ഉറക്കമില്ലാത്തവനാണ്, മയക്കല്ലാത്തവനാണ്, ആകാശഭൂമികൾ അവൻ്റെതാണ്. അങ്ങനെ പറയാൻ പറ്റുന്ന വേറെ ആരുള്ളത്? സീമടവൂര് ഉറക്കമുള്ളവനാണ്, മരണമുള്ളവനാണ്, രോഗമുള്ളവനാണ്. സീമടവൂരിനെ ആരാധിക്കാൻ പറ്റൂല.
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും അല്ലാഹനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഫഇന്നഹു ഹയ്യുൻ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്തവനാണ് അല്ലാഹ്, എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബിയെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഖദ് മാത, അദ്ദേഹം മരിച്ചിരിക്കുന്നു. മരണമുണ്ട്. മരിച്ചവരെയല്ല ആരാധിക്കേണ്ടത്, ക്ഷീണമുള്ളവരല്ല ആരാധിക്കേണ്ടത്, സൃഷ്ടികളെയല്ല ആരാധിക്കേണ്ടത്, സൃഷ്ടാവായ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. ഇതിലെന്താണ് പ്രശ്നം? ഈ ഹക്കിനെ അംഗീകരിക്കാൻ എന്താണ് തടസ്സം? ഒരു പ്രയാസം ഒരാൾക്കും ആവശ്യമില്ല. ഈ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടാവായ റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശങ്ങളുടെ ഭൂമിയുടെ അതിനിടയിലുള്ളതിന്റെ എല്ലാം റബ്ബ് അവനാണ്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, എല്ലാവർക്കും റിസ്ക് നൽകുന്നത് അവനാണ്. അതുകൊണ്ട് മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? അവന്റെ ഏതേത് വിഷമങ്ങളിലും പ്രയാസങ്ങളിലും അവന്റെ നന്മകളും അതുപോലെ തന്നെ അവന്റെ തൗബകൾ, അവന്റെ ഏതേത് കാര്യങ്ങളിലും അവൻ ഹൈർ പ്രതീക്ഷിക്കേണ്ടതും ഷർറിന്ന് കാവൽ ചോദിക്കേണ്ടതും എല്ലാം റബ്ബിനോടാണ്. ഖുർആൻ പഠിപ്പിച്ച സകല പ്രാർത്ഥനകൾ റബ്ബിനോടാണ്. അമ്പിയാക്കന്മാരെല്ലാം പ്രാർത്ഥിച്ചത് റബ്ബിനോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ മുതൽ രാത്രി വരേക്കുമുള്ള എല്ലാ പ്രാർത്ഥനകളും പഠിപ്പിച്ചത് റബ്ബിനോടാണ്. പള്ളിയിലേക്ക് കയറുമ്പോൾ ഇലാ ഹദറത്തി, ഇന്നാളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക പഠിപ്പിച്ചിട്ടില്ല. ബിസ്മില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക. എവിടെങ്കിലും ഒരു സ്ഥലത്ത് അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു മഹാനോട്, ഒരു നബിനോട്, ഒരു മലക്കിനോട്, ഇപ്പം മഴ കിട്ടാതെ പ്രയാസപ്പെടുമ്പോൾ മഴ തരുന്ന മലക്കിനോട്, അതിന്റെ ഡ്യൂട്ടിയുള്ള മലക്കിനോട് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എല്ലാ ഘട്ടത്തിലും പടച്ചറബിലേക്ക് മടങ്ങാനാ പഠിപ്പിച്ചത്. എന്ന് മാത്രമല്ല, നബിയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു. കുൽ, നബിയെ പറയണം, പ്രഖ്യാപിക്കണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. ഇത് ഇബ്ലീസിന്റെ പ്രമേയാണോ? ഇത് പിഴച്ചവാദമാണോ? ഇത് പുത്തൻവാദമാണോ? ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ അതിലൊരാളോടും പങ്കു ചേർക്കൂല. ഇത് പഠിപ്പിച്ച നേതാവിന്റെ അനുയായികളെ നമ്മള് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികളിൽ അല്ലാഹുവിനോടൊപ്പം മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഖേദകരമാണ്. വിഷമം തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ശുദ്ധ റമദാനിന്റെ രാവിൽ, റമദാനിന്റെ 17 അന്ന് ഒരു വാഹനമെടുത്ത് നിങ്ങൾ ഈ അയനിക്കോട് മുതൽ വണ്ടൂര്, വാണിയമ്പലം, അങ്ങനെ തുവ്വൂര്, വാണ്ടിക്കാട്, പട്ടിക്കാട് കൂടെ ഇങ്ങനെ കറങ്ങി നടന്നാൽ പള്ളികളിൽ നിന്ന് ചില വിളികൾ കേൾക്കും, ചില വിളികൾ കേൾക്കും. ബദരീങ്ങളെ ബറകത്തിനാൽ തുണയാക്കണം യാ റബ്ബനാ. പിന്നെ അറബിയിൽ കുറേ യാഹിലി ബദരി ശുഹദാ, 100 കണക്കിന് പ്രാർത്ഥനകൾ അടങ്ങുന്നത്. ആരോടാണ്? അതിനകത്തുള്ള കാമ്പ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബദരീങ്ങളോടാണ്. ബദരീങ്ങൾ ആരോടാ പ്രാർത്ഥിച്ചത്? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ ബദറിന്റെ സമയത്ത് റബ്ബിനോട് ഇസ്തിഗാസ ചോദിച്ചപ്പോ 1000 മലായികത്തുകൾ ഇറക്കിയിട്ട് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അള്ളാഹിനോടാ ഇസ്തിഗാസ നടത്തിയത് ബദരീങ്ങള്. ആ ബദരീങ്ങളോടാണ് റമദാനിൽ പള്ളികളിൽ വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം വരുന്ന പള്ളികളുടെ അകത്തുനിന്ന് ഈ ശബ്ദം കേൾക്കാൻ തുടങ്ങി. റമദാൻ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ വരാൻ തുടങ്ങുമ്പോൾ പിന്നെ കേൾക്കുന്നത് എന്താ? വേറെ ആള് പേരുമാറാണ്. അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക കദഹസൻതു ലന്നി യാ ബശീറു യാ നദീറു. അബ്ദുക്കൽ മിസ്കീൻ, നബിയെ അങ്ങയുടെ സാധുവായ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു, എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തരണം നബിയെ. നബി ആരാ? നബി ഒരു ദിവസം 100 തവണ അല്ലാഹുവിനോട് ഫഇന്നി അതൂബു വഅസ്തഗ്ഫിറു ഫിൽ യൗമി 70 മറ,
70 തവണ റബ്ബിനോട് തൗബ ചെയ്യുന്ന, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന നബിയാ. ആ നബിനോടാണ് പറയുന്നത്, അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി, അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. കേൾക്കുമ്പോൾ വിചാരിക്കും ഭയങ്കര സലാം പറച്ചിലാണ്. യാ മാഹിദ്ദുനൂബ്, പാപങ്ങൾ മായിച്ചു കളയുന്ന നബിയേ. യാ ജാലിൽ ഖുറൂബ്, ഞങ്ങളെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരുന്ന നബിയേ. എല്ലാ നബിയിലേക്കാ പോണത്. അതും കഴിഞ്ഞാൽ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ, അടുത്ത റബീഉൽ അവ്വൽ കഴിഞ്ഞ റബീഉൽ ആഖിർ വന്നാൽ ജീലാനി ദിനം നടക്കുകയാണ്, ജീലാനി ആണ്ട് നടക്കുകയാണ്. നല്ല വമ്പന്മാരായ പോത്തുകളെ കൊണ്ടുവന്ന് ഇറക്കാണ്. വലിയൊരുനാക്ക് 6 പോത്താണെങ്കിൽ ജീലാനിക്ക് 36 പോത്താണ്. കാരണം അള്ളാനേക്കാ വലുതാണ് ചിലത്. വലിയൊരുനാക്ക് 5 പോത്താണ്, റബീഉൽ അവ്വൽ 25 പോത്താണ്. അള്ള പറഞ്ഞതിന് വലിയ താല്പര്യം ഉണ്ടാവില്ല. തിങ്കളും വ്യാഴം സുന്നത്ത് നോമ്പുണ്ട്, 13, 14, 15 നോമ്പുണ്ട്. ആരും അറിയില്ല, ആരോടും കേൾക്കൂല. ബറാഅത്ത് നോമ്പുണ്ടെന്ന് നോക്കിയേ ഭയങ്കര ബഹളുണ്ടാകുമ്പോഴേ. മിഅ്റാജ് നോമ്പുണ്ടെന്ന് കേട്ടു നോക്കിയും എല്ലാവരും അതറിയും. ഇസ്ലാമിലുള്ളത് പറയാൻ ഭയങ്കര മടിയാണ്. ഇല്ലാത്തതിന് വമ്പൻ പോരിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. റബീഉൽ ആഖിറിൽ ജീലാനിയുടെ ആണ്ട് പറഞ്ഞുകൊണ്ട് പാടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? മുഹയ്യിദ്ദീൻ ശൈഖ് ആരാണ്? എല്ലാത്തിനും കഴിവുള്ളവനാണ്. കുഞ്ഞെന്ന് ചൊല്ലോകിൽ ആകുന്നതെന്നോവർ. ഇത് വായിക്കാൻ കിട്ടില്ല, അതിന് സമയമല്ല. മൗലിദ് കിതാബിന്റെ ഉള്ളിൽ നിന്ന് ഓരോ പേജും ഇങ്ങനെ എടുത്ത് വായിച്ചു നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. അള്ളാനെ പറ്റി പറയണതൊക്കെ ഇതിനകത്തുണ്ട്. ആകെന്ന് ചൊല്ലുകിൽ ആകും അതെന്നോവർ. മുഹീദ്ദീൻ ഷെയ്ഖ് എന്തെങ്കിലും സാധനത്തിനോട് കുൻ എന്ന് പറഞ്ഞാൽ മതി, അപ്പം ഉണ്ടാകും. എന്നാൽ അള്ളാനെ പറ്റി എന്താ ഖുർആൻ പറഞ്ഞത്? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ള ഒരു കാര്യം ഉണ്ടാകണമെന്ന് കൽപ്പിച്ചാൽ അതുണ്ടാകുന്നതാണ്. ഇങ്ങനെ പറയാ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. മുഹീദ്ദീൻ ഷെയ്ഖ് കൽബകത്തുള്ളതെല്ലാം അറിയുന്നവനാണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞത് ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ, ഹൃദയത്തിനകത്തുള്ളത് അറിയുന്നവൻ അള്ളയാണ്. മുഹീദ്ദീന്മാരുണ്ടാക്കിയ മനുഷ്യൻ മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടില്ല, ഒരിക്കലുമില്ല. അദ്ദേഹം എഴുതിയ യഥാർത്ഥ ഗ്രന്ഥത്തിനകത്ത് അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കണം, സൃഷ്ടികളിലേക്ക് അഭയം പ്രാപിക്കരുത്. നിന്റെ കർബുകളിൽ, നിന്റെ പ്രയാസങ്ങളിൽ നീ ഇസ്തഗ്സ് ബില്ലാഹ്, അള്ളാഹിനോട് സഹായം തേടണം. അവിടുത്തെ ഗുനിയ എന്ന കിതാബിലുണ്ട്. അവിടെ നിന്ന് മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടില്ല. ഷെയ്ഖ് മരിച്ചിട്ട് 100-150 കൊല്ലം കഴിഞ്ഞ് എഴുതിണ്ടാക്കിയിട്ട് പള്ളികളിൽ വെച്ചിട്ട് അറബിയിലും മലയാളത്തിലും പാടിക്കൊണ്ടിരിക്കുന്ന കുത്തുബിയത്തിലൊക്കെ എന്താ 1000 തവണ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ആ പരിസരത്ത് ഏതെങ്കിലും സാധുക്കളുണ്ടെങ്കിൽ ഇറങ്ങി ഓടാൻ മാത്രം യാ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഹദീറു ഹദീറു ഇമ്മജ്ലിസിൽ ഹദീറു. 1000 തവണയാണ്. അള്ളാനെ 10 തവണ വിളിക്കാൻ മടിയുള്ള മനുഷ്യൻ 1000 തവണ ലൈറ്റ് ഓഫ് ആക്കി പൊട്ടിക്കരഞ്ഞ് വിളിക്കുന്നത് ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹിയാണ്. ആ ബഗ്ദാദിന്റെ കുറച്ചും കൂടി അപ്പുറത്താണ് ഫലസ്തീൻ കിടക്കുന്നത്. ആ ഫലസ്തീനിൽ ഒരുപാട് സാധുക്കൾ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഇസ്ലാമിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തുമാറാകട്ടെ. ഇപ്പോഴും നടനായാട്ട് നടന്നുകൊണ്ടിരിക്കുക. അവിടുന്ന് ഫലസ്തീനിൽ എപ്പോഴെങ്കിലും യാ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി കേട്ടിട്ടുണ്ടോ? കേൾക്കൂല. എന്താ കേൾക്കാത്തത്? അവിടെ ഈ ആദർശം അറിയില്ല. ഇത് ഇവിടെ ചില ആളുകൾക്ക് മാത്രം കിട്ടിയ സാധനമാണ്. അങ്ങനെ ജനങ്ങളുടെ മുമ്പിലേക്ക് അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടി ദിവസം കഴിഞ്ഞാൽ റിഫായി റാത്തീബിന്റെ സമയം വരാൻ തുടങ്ങും. അവിടെ ആരോടാണ്? റിഫായി ഷെയ്ഖിനോടാണ് പ്രാർത്ഥന. അത് സാധാരണ അങ്ങോട്ട് ചൊല്ലിയാ പോരാ. റിഫായി ഷെയ്ഖ് വരണമെങ്കിൽ ചോരയൊഴുകണം, കുത്തറാത്തീബ് നടത്തണം. എന്നിട്ട് സ്റ്റേജിൽ കോഴിക്കോടുകാരനായ കോയ കാപ്പാടിനെ കൊണ്ടുവന്ന് റിഫായി റാത്തീബ് ചൊല്ലി യാ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ എന്ന് പറഞ്ഞ് യാ ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി എന്ന് പറഞ്ഞ് കത്തിയെടുത്ത് കുത്തിയിട്ട് അങ്ങനെ റിഫായി ഷെയ്ഖിനെ ഹാദിറാക്കുന്ന റിഫായി റാത്തീബ് കൊണ്ടുവരുന്നത് എന്തിനാണ്? റിഫായി ഷെയ്ഖിനെ പ്രാർത്ഥിക്കാൻ. അള്ളാഹുവിനെ പറ്റിയിട്ട് എന്താ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത അള്ളാഹുവിൽ നിങ്ങൾ തവക്കുലാക്കിക്കോളൂ.
അള്ളാന്റെ ഖുർആൻ പറയാണേ, നിങ്ങൾ ഈ മരിച്ചോരോടല്ല തവക്കുലാക്കേണ്ടത്. നിങ്ങളുടെ വിഷമം മാറാനും പ്രയാസം മാറാനൊക്കെ നിങ്ങൾ ജീവിച്ചിരിപ്പുള്ള പടച്ചറബിലേക്ക് വരാൻ. ഇനി അത് മാത്രമല്ലല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പൊ പ്രാർത്ഥനയുടെ കാര്യം മാത്രം എടുത്ത് നോക്കിയാൽ എത്ര വലിയ അബദ്ധത്തിലാണ് ഈ സമൂഹം ചെന്ന് പെട്ടിരിക്കുന്നത്. അതൊക്കെ നമ്മൾ വിചാരിച്ചു, ആദ്യം അങ്ങനെ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു, പിന്നെ മമ്പുറന്തങ്ങളായി, മൊഹീദ്ദീൻ ഷേഖായി. ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ മമ്പുറന്തങ്ങളും ബദരീങ്ങളും ഒന്നും പറയില്ല. ഇപ്പൊ എല്ലാവരുടെ ചാനലും സി എം മടവൂരാണ്. ഇനി നമ്മളെ മക്കളെ കാലഘട്ടം കഴിഞ്ഞ് പോയ പിന്നെ എന്തെങ്കിലും കേൾക്കാൻ നോക്കി, വടിത്തങ്ങളും പൊടിത്തങ്ങളുമായിട്ട് ഓരോരുത്തരുടെ പേരും പറഞ്ഞേക്കും. നമ്മുടെയൊക്കെ വരുന്ന തലമുറയിൽ ഇത് വരിക. അവിടെ ഞങ്ങളെ വാപ്പകാരണവന്മാരൊക്കെ അത് ചെയ്തതാണ്. ഏതോ വാപ്പകാരണവന്മാർ? സി എം മടവൂര് മരിച്ചിട്ട് 35 കൊല്ലമായിട്ടുള്ളൂ. 35 കൊല്ലമായപ്പോ തുടങ്ങി എന്തൊക്കെയായി? ലോകം നിയന്ത്രിക്കുന്നത് പടച്ചോന്. മുദബ്ബിറുൽ പറഞ്ഞു പടച്ചോനാണെന്ന് പറഞ്ഞു. എന്തൊക്കെ അത്ഭുതങ്ങളാണ് പറഞ്ഞും പാടിയും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സി എം സ്മരണിക എന്ന പുസ്തകത്തിൽ ആ മനുഷ്യന്മാര് തന്നെ എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയാണോ അല്ലേ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. സി എം മടവൂരിന്റെ കറാമത്ത് എഴുതി വെച്ച പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം നമസ്കരിക്കാറില്ലായിരുന്നു, സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു, തുരുതുരാ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു. നമ്മളാരും എഴുതിണ്ടാക്കിയ പുസ്തകമല്ല. കോഴിക്കോട് ചെന്നാൽ മതി, ചിട്ടിമേത്തൽ അബൂബക്കർ എന്ന് പറയുന്ന ആ മനുഷ്യനെ പറ്റിയിട്ട് എഴുതിണ്ടാക്കിയതാണ്. അവിടേക്കാണ് ജനങ്ങൾ ഒഴുകുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ തൊട്ടടുത്തൊരു പരിസരത്ത് ഞാനൊന്ന് ചെന്നപ്പോൾ അവിടുത്തെ ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറയാണ്, ഞങ്ങളെ നാട്ടുകാരും അങ്ങനെ ഇവിടെ ഒന്നും പോകാറില്ല. നിങ്ങളുടെ പാലക്കാട്ടു നിന്നും മലപ്പുറത്തുനിന്നും മണ്ടൂരിൽ നിന്നും കോഴിക്കോട്ടു നിന്നൊക്കെയാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. നാട്ടുകാർക്ക് അറിയാതെ ആരാ മുതൽ എന്നുള്ളത്. പക്ഷെ ദൂരക്കാർക്ക് അറിയില്ലല്ലോ. അവിടെ ദൂരത്ത് ഭയങ്കര പബ്ലിസിറ്റിയാ. എന്നിട്ട് എന്തിനാ അവിടെ വരുന്നത്? കുട്ടികളില്ലാത്തവര് കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. സി എം മടവൂരിന് കുട്ടികളില്ല. എന്നിട്ട് ഇവിടുന്ന് ആൾക്കാർ പോവുകയാണ്, അവിടെ ചെന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ കുട്ടികളെ കിട്ടുന്നു. ആ മനുഷ്യ പിന്നെ രോഗം മാറാൻ ആ മനുഷ്യന് ജീവിതകാലത്ത് അവസാനം നടക്കാൻ കഴിയാഞ്ഞിട്ട് വടിയും കുത്തിയിട്ടാണ് നടന്നിരുന്നത്. അതൊക്കെ സ്വാഭാവികമായി മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നതാണ്. എന്നിട്ട് ഇതൊക്കെ കറാമത്താണെന്നും പറഞ്ഞു കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളെ എത്തിക്കുക. ഇവിടെയാണ് മനുഷ്യരോട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ധാരാളം ആളുകളുണ്ട്, ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നും, വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ അള്ളാഹ് പഠിപ്പിച്ച യഥാർത്ഥ ഹുദയിൽ ഇല്ലാത്തത് ജനങ്ങളെ കൽപ്പിച്ച് ചെയ്യിപ്പിക്കുക, അള്ളാഹുവിൽ നിന്ന് അകറ്റുക, സൃഷ്ടികളിലേക്ക് കൊണ്ടുപോയി അഭയം പ്രാപിക്കുക, എന്നിട്ട് അതിനു വേണ്ടി ഓരോരോ ചടങ്ങുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ എത്തിക്കുക. ആ പ്രയാസങ്ങൾ മാറാനും രോഗങ്ങൾ മാറാനും ഖുർആൻ പറഞ്ഞത് എന്താ? അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗം ബാധിച്ചു, ഉദാഹരണമാണല്ലോ. 18 കൊല്ലക്കാലം എന്ന് തഫ്സീറുകൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങേയറ്റത്തെ വിഷമായി, സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു, മക്കൾ പലരും മരണപ്പെട്ടു പോയി, വല്ലാത്ത ദുരിതങ്ങൾ അനുഭവിച്ചു. എന്നിട്ട് അയ്യൂബ് നബി എന്താ ചെയ്തത്? അന്നീ മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ, റബ്ബിനോട് കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. മക്കളില്ലാതെ വിഷമിച്ച ഇബ്രാഹിം നബി എന്താ ചെയ്തത്? ഏത് വെള്ളാ കുടിച്ചത്? ഏത് പൊടിയാ നക്കിയത്? ഏത് മക്കാമിലേക്കാ തെരഞ്ഞു പോയത്? റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. നമ്മളോട് പറയാണ്, നിങ്ങൾ ഇബ്രാഹിം നബിന്റെ മില്ലത്ത് പിൻപറ്റണമെന്ന്. മക്കളെ കാണാതെയായി വിഷമിച്ച യാക്കൂബ് നബിയിലെ സന്താനങ്ങളെ കാണാതെയായപ്പോ യാക്കൂബ് നബി എവിടേക്കാ പോയത്? ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്, എൻ്റെ വേവലാതി, എൻ്റെ സങ്കടങ്ങൾ അല്ലാഹ് നിന്നിലേക്ക് ഞാൻ ഒഴുക്കുകയാണ്, മടക്കുകയാണ്. അവരൊക്കെ നമ്മളെ അമ്പിയാക്കന്മാരുടെ മാർഗത്തിലേക്കാ പോണ്ടത്. അള്ളാഹിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ ആ മാർഗത്തിൽ എത്താൻ പറ്റും. അള്ളാഹിനെയും റസൂലിനെ അനുസരിച്ചാലാണ് ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അമ്പിയാക്കന്മാരുടെ, സുദ്ദീഖന്മാരുടെ, ശുഹദാക്കന്മാരുടെ കൂടെ എത്താനുള്ള നിബന്ധന എന്താ? അള്ളാനെയും റസൂലിനെയും അനുസരിക്കുക എന്നതാണ്. ഖുർആനും സുന്നത്തും പിൻപറ്റുക എന്നതാണ്.
ഇനി ഏത് കാര്യം എടുത്തു നോക്കിയാലും ഇത്തരത്തിൽ നമുക്ക് വായിക്കാം. ആ പ്രവാചകന്റെ മാർഗം പിൻപറ്റാനാ നമ്മളോട് പറഞ്ഞത്. ആ നബിതങ്ങൾ എന്തൊരു കാര്യം നമ്മളോട് കൽപ്പിച്ചോ അത് അനുസരിക്കാനാ പറഞ്ഞിരിക്കുന്നത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. റസൂല് കൊണ്ടുവന്നതൊക്കെ നിങ്ങൾ സ്വീകരിക്കണം. നബി പാടില്ലെന്നും നിരോധിച്ചതും വിലക്കിയതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ പലിശ ഉപയോഗിക്കണ്ട എന്ന് പറയുന്നത്? അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. എന്താ നിങ്ങൾ ജ്യോത്സ്യന്മാരത്തേക്ക് പോകണ്ട എന്ന് പറയുന്നത്? നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്തരം ആളുകളുടെ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് കാര്യം എടുത്തു നോക്കിക്കോ, നിങ്ങൾ എന്തുകൊണ്ടാ ലഹരി ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞത്? കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയും ഹറാമാണ്. എല്ലാ ലഹരിയും ഹറാമാണ്. വലിക്കുന്നതും കുടിക്കുന്നതും പുകക്കുന്നതുമായ എല്ലാം. അയിനിക്കോട് അങ്ങാടിയിലെ പ്രിയപ്പെട്ട കച്ചവടക്കാരെ, നിങ്ങളുടെ കടയിൽ സിഗരറ്റ് വിൽക്കുന്നുണ്ടോ, കാജാബീഡി വിൽക്കുന്നുണ്ടോ, ഞാൻ പേര് പറഞ്ഞതും അല്ലാത്തതുമായ ഏത് സാധനം നിങ്ങൾ വിൽക്കുന്നുണ്ടോ, നിങ്ങളുടെ സമ്പത്ത് ഹറാമിലേക്ക് നീങ്ങുകയാണ്. വിൽക്കാൻ പാടില്ലാത്ത, വലിക്കാൻ പാടില്ലാത്ത, ഉപയോഗിക്കാൻ പാടില്ലാത്ത ലഹരി വിൽക്കുന്ന ഏതെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ ഇന്ന് മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ തിന്നാൻ കൊടുക്കുന്നത് ഹറാമായ സമ്പാദ്യമാണ്. നാട്ടുകാർക്ക് മുഴുവൻ ക്യാൻസർ പരത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും കൊടുക്കുന്ന മുതൽ ഹലാലായി മാറില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ അത് തടസ്സം നിൽക്കുന്ന കാര്യമാണ്. ഇതൊക്കെ വെറും MDMA കഞ്ചാവ് മാത്രമൊന്നല്ല, ഇതൊക്കെ പെട്ടതാ. അയിമ ആ സാധനത്തുമ്പോൾ തന്നെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഇത് ആരോഗ്യത്തിന് അപകടകരമായ സാധനമാണ്. അപ്പൊ തന്നെ പിന്നെ വിൽക്കാൻ പറ്റൂല. അങ്ങനെ ഏതേത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ഇതാണ് നമ്മുടെ നിബന്ധന. എന്തുകൊണ്ട് നബിതങ്ങൾ പറയുന്നത് നമ്മൾ അനുസരിക്കണം? ഖുർആന് മാത്രം പോരെ? ഖുർആനല്ലേ വലുത്? ഖുർആനേക്കാൾ വലുതാണോ നബി എന്ന് ചോദിക്കുന്നവരോട് അള്ളാന്റെ ഖുർആൻ തന്നെയാണ് പറഞ്ഞത്, അള്ളാനെ അനുസരിക്കണം, റസൂലിനെയും അനുസരിക്കണം, ലഅല്ലക്കും തുർഹമൂൻ, എങ്കിൽ കാരുണ്യം ലഭിച്ചേക്കാം. വെറും ഖുർആൻ മാത്രമല്ല പറഞ്ഞു. എന്തിനാ നബി പറയുന്നതൊക്കെ സ്വീകരിക്കുന്നത്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അതാ വ്യത്യാസം. പ്രവാചകൻ വഹയിന്റെ അടിസ്ഥാനത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന സന്ദേശം, അള്ളാഹുവിൽ നിന്ന് കിട്ടിയ സന്ദേശം, അത് പ്രവാചകന് ലഭിച്ചു. ആ പ്രവാചകനിൽ നിന്ന് കിട്ടിയതാണ് ഈ വഹി. ആ വഹീന്റെ സന്ദേശമാണ് സുന്നത്തായി ഹദീസായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേണ്ടെന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ കഴിയൂല, പ്രാർത്ഥനകൾ ശരിക്കും നടത്താൻ കഴിയൂല, ഹജ്ജ് പൂർത്തിയാക്കാൻ കഴിയൂല, നോമ്പിന്റെ നിബന്ധനകൾ പാലിക്കാൻ കഴിയൂല, ശരിയായ രൂപത്തിൽ വിവാഹങ്ങൾ നടത്താൻ കഴിയൂല, ശരിയായ രൂപത്തിൽ കച്ചവടം നടത്താൻ പറ്റൂല. ആകെ അബദ്ധം. അതിൻ്റെ പിഴവ് ഇന്ന് നമ്മുടെ നാട്ടിൽ എത്രയോ ആൾക്കാരുണ്ട്. അവരുടെ സംസാരങ്ങളിലൊക്കെ അതിൻ്റെ അംശങ്ങൾ കാണാൻ സാധിക്കും. അവർ പറയും ഖുർആനൊക്കെ ശരി തന്നെയാണ്, പക്ഷെ നമുക്ക് നിസ്കാരമൊന്നും 5 തവണ ആവശ്യമില്ല. വെള്ളിയാഴ്ചക്ക് പ്രാധാന്യമൊക്കെ, പക്ഷെ ജുമുഅന്നെ നടത്തണമെന്ന് നിയമമൊന്നുമില്ല. ഹജ്ജൊക്കെ വേണമെന്നുണ്ട്, മക്കത്തേക്ക് തന്നെ പോകണമെന്നില്ല. ബലിയൊക്കെ നടത്തണം, അതിന് മൃഗത്തിന് തന്നെ അറക്കണമെന്നില്ല. അങ്ങനെ കുറേ വാദങ്ങളുമായി അവർ വരും. അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും യുക്തികൾക്കും ചിന്തകൾക്കും വേണ്ടി മാത്രം അവർ അങ്ങ് കീഴ്പ്പെട്ടു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളോടും ഉലമാക്കന്മാർ രേഖപ്പെടുത്തിയിട്ട് പറഞ്ഞിരിക്കുന്നത്, ഒരു കക്ഷിയാണ് ലോകത്ത് വിജയിക്കുക. ആരാണ് അവർ? മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും നിലകൊണ്ട മാർഗത്തിൽ നിലകൊണ്ടവരെ വിജയിക്കൂ. ഫവൈലുൽ മുസല്ലീൻ ഒറ്റായത്തുണ്ട്, നിസ്കരിക്കുന്നവർക്ക് നാശം. ഈ ഒറ്റായത്തും കൊണ്ട് നടന്നിട്ട് ഓൻ പള്ളി പോണോട് പറയാണ്, ചങ്ങായി പള്ളി പോകാൻ നിൽക്കണ്ട, ഫവൈലുൽ മുസല്ലീൻ. അതിന്റെ ബാക്കി എന്താ? ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്താ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അങ്ങനെ ഒന്ന് വരച്ചു നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ആ പ്രവാചകനെ ശരിയായ രൂപത്തിൽ പിൻപറ്റാതെ നമുക്ക്, നബിനെ സ്നേഹിക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. സുന്നത്ത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ എന്നെ പിൻപറ്റണം. യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടും. ഒരുപാട് നേട്ടങ്ങൾ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്.
ആകയാൽ ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിന്റെ ഏത് കാര്യവും തീരുമാനിക്കുന്നത് പ്രവാചകന്റെ കൽപ്പനകളോട് യോജിച്ചുകൊണ്ടായിരിക്കണം. നമ്മൾ ഏത് റോട്ടിലൂടെ യാത്ര പോകണം നമുക്ക് തീരുമാനിക്കാം. ബൈക്ക് മേടിക്കണോ, കാറ് മേടിക്കണോ, ദുനിയാവിന്റെ കാര്യമാണ് നമുക്ക് തീരുമാനിക്കാം. റോഡ് ടാർ ചെയ്യണോ, കോൺക്രീറ്റ് ചെയ്യണോ, നമുക്ക് തീരുമാനിക്കുക, ദുനിയാവിന്റെ കാര്യമാണ്. എന്നാൽ ഒരു നിസ്കാരം നമ്മുടെ വകയായി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, അത് മതപരമായ കാര്യമാണ്. വ്യത്യാസത്തിലുള്ളൂ. നമ്മുടെ കൽപ്പനയില്ലാതെ ഈ ദീനിൽ വല്ലതും തുന്നിച്ചേർത്താൽ, കൂട്ടിച്ചേർത്താൽ അത് തള്ളണം. ഒരു സംശയമില്ല. ആ ഒരൊറ്റ കാര്യം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്തത് ചെയ്തു കൂട്ടുന്നതിന്റെ ആപത്താണ്. ഇന്ന് ചൂഷണം ചെയ്യാൻ മതത്തിന്റെ ചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥമായ ഷഅറിന് ഒരുപാട് ബറക്കത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് കച്ചവടം ചെയ്യാനും, അത് ബോംബെയിലെ ജാലിയൻ വാലയുടെ മുടി കൊണ്ടുവന്നുകൊണ്ട് 25,000 രൂപക്ക് ആ കുപ്പിവെള്ളം വിൽക്കാനും കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? നബിയുടെ മുടിയുടെ പേര് പറഞ്ഞുകൊണ്ട് പണം ചൂഷണം ചെയ്യാനാണ്. ഇസ്ലാമിൽ ദിക്റുകളുണ്ട്, ഒരുപാട് ദിക്റുകളുണ്ട്. എന്നാൽ ആ ദിക്ർ ഹൽക്കകളുടെ പേര് പറഞ്ഞുകൊണ്ട്, ദിക്ർ ഹൽക്കകളുടെ പെട്ടികൾ നിരത്തിക്കൊണ്ട് ഇതിന്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്ന മേഖലകൾ ഇന്ന് മറുഭാഗത്ത് നടക്കുകയാണ്. ഇസ്ലാമിൽ സ്വലാത്ത് നബിതങ്ങൾ പഠിപ്പിച്ചു, മാന്യമായി കൃത്യമായി സ്വഹാബത്തിന് പഠിപ്പിച്ചു. ഇബ്രാഹിമി സ്വലാത്തുണ്ട്, വിവിധങ്ങളായ ഹദീസിൽ വന്നിട്ടുണ്ട്. അതിൽ താജു സ്വലാത്ത് വന്നിട്ടില്ല, സ്വലാത്തുൽ ഫാത്തിഹ് വന്നിട്ടില്ല, ആറ്റക്കോയ തങ്ങളുടെ വന്നിട്ടില്ല, നൂറെ ഹബീബ് വന്നിട്ടില്ല, കമാലിയ സ്വലാത്ത് വന്നിട്ടില്ല, സ്വലാത്ത് വാർഷികം വന്നിട്ടില്ല. സ്വലാത്തുണ്ട്, സ്വലാത്ത് പെട്ടിയില്ല. സ്വലാത്തുണ്ട്, സ്വലാത്ത് കച്ചവടമില്ല. സ്വലാത്തുണ്ട്, സ്വലാത്ത് പാർസലാക്കലില്ല. സ്വലാത്ത് കൊടിമരമില്ല. സ്വലാത്ത് പെട്ടിയില്ല. സ്വലാത്ത് ചോറില്ല. ഇത് പറയുമ്പോഴാണ് ജനങ്ങൾ പറയാ നിങ്ങൾക്ക് സ്വലാത്തില്ല. അതിന്റെ ആപത്ത് ഇപ്പൊ എന്താ? അതിന്റെ ആപത്ത് ഇന്ന് നമ്മുടെ നാടുകളിൽ സ്വലാത്ത് കൊണ്ട് മാത്രം ചൂഷണം ചെയ്യപ്പെട്ട 10,000-ങ്ങളുണ്ട്. എത്ര ആളുകളാണ് ഇരുന്നതിൻ്റെ പിന്നിലിരുന്ന് പണം ഇട്ട് കൊടുക്കാൻ തയ്യാറാണ്, സമയം കൊടുക്കാൻ തയ്യാറാണ്, എത്ര ദൂരം യാത്ര പോകാനും തയ്യാറാണ്. വീട്ടിലിരുന്നു കൊണ്ട് സ്വലാത്ത് ശരിയാവണ്ണ രൂപത്തിൽ ചൊല്ലിയാൽ ഒരു സ്വലാത്തിന് 10 നന്മയുണ്ട്. അതിന് എവിടെയും പോകേണ്ട ആവശ്യമില്ല. അത് എത്തിച്ചു കൊടുക്കാൻ മലായിക്കത്തുകളുണ്ട്. പിന്നെ എത്തിയും കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അത്ര കുട്ടികൾക്ക് മദ്രസ കൊടുക്കുന്നുണ്ട്, ഇത്ര കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ സ്വലാത്തുൽ ഫാത്തിഹയിൽ പങ്കെടുക്കണം. അങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കിയാൽ ഈ ദീന് പിന്നെ എന്തായി? സഹോദരങ്ങളെ, ഒരു സഹാബിന്റെ ചരിത്രം കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഒന്ന് തുമ്മിയപ്പോൾ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഉടൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് ഈ പറയുന്നത്? അദ്ദേഹം ഞാൻ ഹംദും സ്വലാത്തും കൂടി അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തിരിച്ചു ചോദിക്കുകയാണ്, ഇങ്ങനെ നബി തങ്ങളുടെ കൽപ്പനയുണ്ടോ? ഇല്ല, ഞാൻ അങ്ങ് പറഞ്ഞതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു പറയാണ്, അൽഹംദുലില്ലാഹ് മദീ, അതാണ് ഇസ്ലാമിലുള്ളത്, അതാണ് സുന്നത്തിലുള്ളത്. അപ്പൊ എന്ത് സുഖാണ്, എത്ര ലളിതമാണ് ഇസ്ലാം. മുഹിയുദ്ദീൻ മാലയുടെ പഴക്കം എത്രയാണ്? 800 കൊല്ലം പഴക്കമുള്ള ഗ്രന്ഥങ്ങളാണ് നമ്മുടെ നാട്ടിൽ. മുഹിയുദ്ദീൻ മാല 400-ാം വാർഷികമാണ് ആഘോഷിച്ചു കഴിഞ്ഞത്. ഖുതുബിയ്യത്ത് 300 കൊല്ലമാണ്. ഹദ്ദാദിന് 800 കൊല്ലത്തിന്റെ പഴക്കമാണ്. നബിദിനാഘോഷത്തിന് 700 കൊല്ലത്തിന്റെ പഴക്കമാണ്. സ്വലാത്ത് വാർഷികത്തിന് 30 കൊല്ലത്തിന്റെ പഴക്കമാണ്. നമുക്ക് 1400 കൊല്ലം പഴക്കമുള്ള ഇസ്ലാമിന്റെ മഹിതമായ പാരമ്പര്യമുണ്ട്. അതിൽ നിന്ന് പഠിക്കണം സുന്നത്ത് എന്താണെന്ന്. അതിലില്ലാത്തത് ബിദ്അത്താണ്. മുഹിയുദ്ദീൻ മാല, ഹദ്ദാദ്, റാത്തീബ്, സ്വലാത്തുൽ ഫാത്തിഹ്, ഷാഫി ഇമാമിന് അറിയുമോ? നിങ്ങൾ മദ്ഹബിന്റെ ഇമാമിങ്ങളെ പിൻപറ്റുന്നുണ്ടെങ്കിൽ അവർ ഇത് കണ്ടിട്ടുണ്ടോ? അവർക്കത് പരിചയമുണ്ടോ? കുത്തറാത്തീബ് മാലിക് ഇമാമിന് അറിയുമോ? ഹനഫി ഇമാമിന് അറിയുമോ? ആർക്കും കേട്ടിട്ടില്ല, പരിചയമില്ല. പിന്നെ ആരതുണ്ടാക്കി? ഇതൊക്കെ പുതുതായി അവനവന്റെ ഇഷ്ടത്തിനും സൗകര്യത്തിനും കൊണ്ടുവന്ന് നല്ലതല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞ് തന്നിഷ്ടത്തിനനുസരിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് നമ്മളോട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞതും. നാളെ പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ വിലപിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ വരുന്നതാണ്. അവർ വന്നിട്ട് പറയും, റബ്ബനാ ഇന്നനാ അത്അനാ സാദതനാ വകുബറാഅനാ. ഞങ്ങളെ റബ്ബേ, ഞങ്ങളെ സയ്യിദന്മാര്, ഞങ്ങളെ നേതാക്കന്മാര്, അവര് പറയുന്നത് അനുസരിച്ച് ഞങ്ങൾ ജീവിച്ചു. എന്തുണ്ടായത്? ഫഅദല്ലൂന സബീലാ, ഞങ്ങളെ അവരങ്ങ് വഴിപിഴപ്പിച്ചു. അവരുടെ വേഷം,
അവരുടെ കയ്യിലുള്ള മാലയും കഴുത്തിലിട്ടിരിക്കുന്ന ഷാളും തലയിലിട്ടിരിക്കുന്ന വലിയൊരു തൊപ്പിയും എല്ലാം കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതന്നെ ദീനെന്ന് വിചാരിച്ചു. അവർ ഞങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഈ പരലോക കോടതി, നീതിയുടെ കോടതി, സത്യത്തിന്റെ കോടതി ഇവിടെ വെച്ചുകൊണ്ട് റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്, ഇരട്ടി ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്കണേ. വൽ അൻഹും ലഅനൻ കബീറാ, അവർക്ക് വലിയ ശാപം കൊടുക്കണേ. ഇത് അവിടെ പറയാതിരിക്കാനാണ് നമ്മൾ ഈ ദുനിയാവുന്ന ഇത്തരം വേദികൾ ഉപയോഗപ്പെടുത്തി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ജനങ്ങളെ ചൂഷണം ചെയ്യാണ്. അവന്റെ വിഷമങ്ങളിൽ, സങ്കടങ്ങളിൽ, പ്രയാസങ്ങളിൽ ജനങ്ങൾക്ക് പരിഹാരം കൊടുക്കും. ഇതാ മക്കാമുകളിലേക്ക് സിയാറത്ത് ടൂർ നടത്താൻ പോവുകയാണ്, നിങ്ങൾ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും പൈസ എടുത്ത് പോന്നോളിയും, നമ്മൾ ഇത്ര ദിവസത്തിന് അമീറിന്റെ കീഴിൽ ഉംറ കൊണ്ടുപോകണം മാരിയ അമീറിന്റെ കീഴിൽ ഞങ്ങൾ ഇതാ സിയാറത്ത് ടൂർ കൊണ്ടുപോകാൻ പോവാണ്. എവിടേക്കാ കൊണ്ടുപോകണത്? ഭീമാപള്ളി ഉമ്മച്ചിന്റെ അടുത്തേക്കാണ്. പിന്നെ ഉള്ളാളിലേക്കാണ്, കുറച്ച് അങ്ങോട്ടും കുറച്ച് ഇങ്ങോട്ടും. ഇതിന്റെ ഇടയിൽ പേരറിയുന്നതും പേരറിയാത്തതുമായ 100 കണക്കിന് മക്കാമുകളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയിട്ട് ഇവിടെ പൈസ ഇട്ടാൽ, ഇവിടുത്തെ എണ്ണ തൊട്ടാൽ, ഇവിടുത്തെ ജാറം മൂടിയാൽ, ഇവിടെ ഇരുന്നോതിയാൽ, ഇവിടെ തൊട്ടാൽ, ഇവിടെ ചുംബിച്ചാൽ നിങ്ങളെ പ്രശ്നങ്ങൾ തീരുമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് അമ്പിയയുമല്ല, ഔലിയയുമല്ല, സ്വാലിഹുമല്ല, ആരതാന്ന് പോലും അറിയാത്ത മക്കാമുകളിലേക്കാണ് നമ്മുടെ കൗമ പോണത്. ആരാ? ഭീമാപള്ളി ഉമ്മച്ചിന്റെ അടുത്തേക്ക് പോണതെങ്കിൽ അവിടെ ചെന്നിട്ടാണ് എല്ലാ പരാതികളും പരിഭവങ്ങളും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സീമടവൂരിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നീട് മുനമ്പത്ത് പോകുന്നവരവസ്ഥയ്ക്ക് ആ മക്കാമിലേക്ക് പോയിട്ട് ആരോടാണ് ഇവർക്ക് പറയാനുള്ളത്? ഊരും പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്, വെളിയങ്കോടുമർ കാളി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഊരും പേരറിയില്ല, ആരാണ് കിടക്കണതെന്ന് അറിയില്ല, പക്ഷെ ആള് ഫേമസ് ആണ്. എങ്ങനെ ഫേമസ് ആകണത്? വെളിയങ്കോട്ട് നിന്ന് കിട്ടിയതാണ് ആ ഡെഡ് ബോഡി, അതുകൊണ്ട് കറാമത്തുണ്ട്. മക്കത്തുള്ള അബൂജഹലിന് കറാമത്തില്ല, അതിനേക്കാൾ വലുതുണ്ടോ? പിന്നെ വേറെ എവിടുന്നെങ്കിലും കിട്ടുന്ന ഒരാള്. കൊല്ലം ജില്ലയിൽ ഓച്ചിറയിൽ ചെന്ന് നോക്കിയാൽ അവിടെ കാണുന്നത് ദാമോദരൻ എന്ന് പറയുന്ന മനുഷ്യന്റെ മക്കാമിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓച്ചിറ ഉപ്പൂപ്പയുടെ മക്കാമിലേക്ക്. ആരാ ഓച്ചിറ ഉപ്പൂപ്പാന്റെ പേരെന്താ? ദാമോദരൻ എന്നായിരുന്നു പേര്. എന്നോട് ക്ഷമിക്കണം. അച്ചാറ്, ആ അവിടുത്തെ മാലിന്യത്തിൽ നിന്ന് അച്ചാറ് തോണ്ടി കഴിച്ചിരുന്ന ആ മനുഷ്യൻ മരിച്ചോ? ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ കൗമിൽ നിന്ന് ചിലർ ചെന്നിട്ട് ജാറം മൂടിയിട്ട് പറഞ്ഞു ഇത് ദാമോദരനല്ല, ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന പോസ്റ്റ് ഒട്ടിച്ചു. പൈസ ഉണ്ടാക്കി. കണ്ണൂർ ജില്ലയിൽ ജാറമുണ്ട്, 3 പെറ്റുമ്മ ജാറം, 3 പറ്റു. അതുകൊണ്ട് എന്താ ഇവിടെ 9 10 പെറ്റൂല് കിടക്കുക. 3 പെറ്റുമ്മ ജാറം. എന്നിട്ട് എന്താണ് പണി? കുട്ടികളില്ലാത്തവരൊക്കെ പോയി തൊട്ടിൽ കിട്ടുക. നമ്മൾ ആലോചിച്ചു, സാധാരണ കുട്ടികളെ എപ്പോഴാണ് നമ്മൾ തൊട്ടിൽ കിട്ടൽ? കുട്ടികളെ കിട്ടുന്ന സമയത്താണല്ലോ. കിട്ടാൻ വേണ്ടി തൊട്ടിൽ കിട്ടുക, അവിടെ കൊണ്ടിട്ട് ആകെ തൊട്ടിലോണ്ട് മാലയാണ് അവിടെ. മണ്ണാർക്കാട് ചെന്ന് നോക്കി നിങ്ങൾ, ഒരു മരത്തുമ്മലാണ് വള്ളി കെട്ടിയിട്ട് കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് ആ മരത്തിന്റെ വള്ളിമ കൊണ്ടുപോയിട്ട് പിടിച്ചുകൊണ്ട് ഓരോ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയാൽ കുട്ടികളെ കിട്ടും തന്നെ അവിടെ ചെല്ലുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിൽ സിയാറത്ത്, ഖബർ സിയാറത്ത് പഠിപ്പിച്ചത് കുട്ടികളെ കിട്ടാനും, ആഗ്രഹം നടക്കാനും, ഭർത്താവിന് ജോലി കിട്ടാനും, നമ്മുടെ വീട്ടിലെ കുടുംബ വഴക്ക് തീരാനും ഒന്നല്ല ഖബർ സിയാറത്ത്. ആ ഖബർ സിയാറത്തിനെ കുറിച്ച് പറഞ്ഞത് എന്തിനാ? ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വതുദക്കിറുകുമുൽ ആഖിറ. പരലോകം ഓർക്കാനാ, മരണം ഓർക്കാനാ, നന്നാവാനാ, കണ്ണ് കലങ്ങാനാ, കരയാനാണ്, മനസ്സലിയാനാണ് ഖബർ സിയാറത്ത്. ഇവിടെ ഉണ്ടാവുണ്ടോ? എന്നിട്ട് ഈ സ്ഥലങ്ങളിൽ എന്താ നടക്കുന്നത്? ആന വരുന്നു. എപ്പോ? ഉറൂസിന്, ഖബർ സിയാറത്തിന് വരികയാണ് ആന. ശിങ്കാരിമേളം, പിന്നെ ഫാസില ബാനുവിന്റെ ഗാനമേള, താജുദ്ദീൻ വടകന്റെ ഷോ, എല്ലാ കൊല്ലം ഷാഫിന്റെ ഗാനമേള. എവിടെ? മക്കാമുകളിൽ, ദർഗകളിൽ, ഉറൂസുകളിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കണതിന്റെ മുമ്പ് പറഞ്ഞ വാക്ക്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, എൻ്റെ ഖബറിനെ ഒരു ആഘോഷ കേന്ദ്രമാക്കി മാറ്റരുതേ. സ്വഹാബത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയാറുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു ഖബർ കണ്ടാൽ നിന്ന് കരയാറുണ്ടായിരുന്നു. ഓലൊക്കെ കരയാ.
ഇവിടെ കബറിങ്ങ ചെന്ന് തുള്ളിച്ചാടി മധുവന്മത്തരാവുക. എന്നിട്ട് ആനയുടെ കുത്തേറ്റ് 3 പേർ മരിച്ചു. എവിടുന്ന്? ഖബർ സിയാറത്തിന് വന്നിട്ട്. ഈ കഥയാണ് നമ്മൾ പറഞ്ഞത്. ഇത് ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ കൊണ്ട് നടന്നുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കപ്പെട്ടു. രോഗം മാറണില്ല, അതുകൊണ്ട് രോഗം മാറാൻ ഇന്നയാൾ തൊപ്പിയ വെള്ളമുണ്ട്, അതെടുത്ത് കുടിപ്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ടൊരു ചരട് കെട്ടിക്കുക, അല്ലെങ്കിൽ വലിയ വലിയ ഐക്കല്ല് കൊണ്ടുവന്ന് അരയിലോ കയ്യിലോ തണ്ണയിലോ കെട്ടിക്കൊടുക്കുക, ഇത് വെച്ചാൽ മാറുമെന്ന് ആരാ പറയുന്നത്? നമസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ അല്ലാഹുവേ, നീ നൽകിയത് തടുക്കാൻ ഒരാൾക്കും പറ്റൂല, നീ തടഞ്ഞത് നൽകാനും ഒരാളെ കൊണ്ടും പറ്റൂല. എന്താ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം? രോഗം വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഡോക്ടറെ കാണണം, ചികിത്സിക്കണം, പ്രാർത്ഥിക്കണം, എല്ലാം ഇസ്ലാം പഠിപ്പിച്ച ഹലാലായ മാർഗങ്ങളൊക്കെ ഉപയോഗിക്കണം. തെറ്റായ ഒരു വഴിയും ഉപയോഗപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ടാണല്ലോ നബി തങ്ങളുടെ മുമ്പിലേക്ക് കയ്യിൽ ഒരാൾ ഏലസ് കെട്ടി വന്ന സമയത്ത് അദ്ദേഹത്തിന് കൈ കൊടുത്തില്ല, ബൈഅത്ത് ചെയ്തില്ല. മറ്റൊരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, മൻ അല്ലക തമീമത്തൻ, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തവനാകുന്നു. നമ്മൾ മുശ്രിക്കാക്കി എന്ന് പറയണ്ട, ഹദീസിന് വായിച്ചതാണ്. മൻ അല്ലക തമീമത്തൻ, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് വെച്ചിരിക്കുന്നു. എത്ര സംഭവങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. ഏത് മേഖലകളിൽ എടുത്തു നോക്കിയാലും നമുക്ക് അള്ളാഹുവിൻ്റെ ദീന് വ്യക്തമാണ്. ആ ദീനിലേക്ക് എന്തൊന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ടോ അതിൻ്റെ മാരകമായ അപകടങ്ങൾ നമ്മുടെ സമൂഹം ഇന്നും എന്നും അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ദീനിനെ സ്നേഹിക്കുന്നവരാണ്. എല്ലാ പ്രസ്ഥാനക്കാരോടും ഞാൻ പറയാണ്, നമ്മൾ പരസ്പരം ഒരു സഹകരണം, അള്ളാഹിൻ്റെ ദീന് പഠിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും തയ്യാറാവണം. അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തോട് തഖ്വയോട് നമ്മൾ സഹകരിക്കണം. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപങ്ങളോട് തിന്മകളോട് നമ്മൾ ഒരാളും നേതാവ് പറഞ്ഞാലും സംഘടന പറഞ്ഞാലും ലെറ്റർ പേഡിൽ എഴുതി തന്നാലും എന്തൊക്കെ ഭീഷണി മുഴക്കിയാലും തിന്മകളോട് ഷർറുകളോട് പാപങ്ങളോട് നിങ്ങൾ ഒരാളും സഹകരിക്കരുത്. നമ്മൾ മനുഷ്യരാണ്. സ്വാഭാവികമായും ചില സംഭവങ്ങൾ, ചില അബദ്ധങ്ങൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്താനും പറഞ്ഞു കൊടുക്കാനും നസീഹത്തോടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അദ്ദീനു അന്നസീഹ, ദീൻ എന്നതൊരു ഗുണകാംക്ഷയാണ്. പരസ്പരം അത്തരത്തിലുള്ള നന്മ കൊണ്ടുള്ള നസീഹത്ത് നമുക്ക് ആവശ്യമാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിച്ചാൽ, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ, യൻസുർക്കും, അവൻ നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാലുകൾക്ക് അള്ളാഹു സ്ഥൈര്യം നൽകും. നമ്മൾ ദീനിനെ സഹായിക്കുന്നവരായി മാറണം, ദീനിന്റെ ശത്രുക്കളായി മാറരുത്. അള്ളാഹുവിന്റെ പ്രകാശത്തെ കെടുത്താൻ ഇവിടെ പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരി വലൗ കരിഹൽ കാഫിറൂൻ. അള്ളാഹുവിന്റെ പ്രകാശത്തെ ഇവിടെ ചിലർ വായ കൊണ്ട് ഊതിക്കളയാൻ, കെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവന്റെ പ്രകാശത്തെ അവൻ പൂർത്തിയാക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹിന്റെ ദീനിനെ ശരിയാവണ്ണം ഉൾക്കൊള്ളുക. റളീതു ബില്ലാഹി റബ്ബ, റബ്ബിനെ, അള്ളാഹുവിനെ റബ്ബായി നമ്മൾ അങ്ങ് തൃപ്തിപ്പെടണം. വബിൽ ഇസ്ലാമി ദീന, ദീനായി ഇസ്ലാമിനെ തൃപ്തിപ്പെടുക. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ, നബിനെ പ്രവാചകനായിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മൻ കാന ആഖിറു കലാമി, ആരുടെയെങ്കിലും അവസാനത്തെ കലാമ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവൻ പ്രവേശിക്കുന്നതാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കാൻ നമുക്ക് കഴിയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവനാകണം, ഉറക്കെ പ്രഖ്യാപിക്കുന്നവനാകണം, അത് പ്രബോധനം നടത്തുന്നവനാവണം. അതിനുവേണ്ടിയുള്ള ഒരു മഹത്തരമായ സംരംഭമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ഇത്തരത്തിൽ കേരളത്തിലുടനീളം നൂറുകണക്കിന് തസ്ബിയ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാക്കുണ്ട്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെ നിലകൊള്ളുകയും ചെയ്യണമേ. നമ്മുടെ പണി എന്താ? നമുക്ക് നന്മ കൽപ്പിക്കണം,
നമുക്ക് തിന്മ വിരോധിക്കണം, നമ്മുടെ ബാധ്യതയാണ്. അതിനാണ് ഈ കൂട്ടായ്മ, ഈ ഒരു ജമാഅത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മേഖലകളിലും സാധ്യമാകുന്ന നന്മകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഓൺലൈനിലായിക്കൊണ്ട് പീസ് റേഡിയോ എന്ന മഹത്തരമായ സംരംഭം എത്രയെത്ര സ്ത്രീകളിലും കുടുംബങ്ങളിലുമാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ സന്ദേശങ്ങൾ കേട്ട് പഠിക്കാൻ 10 ലക്ഷം ഡൗൺലോഡ്സുകൾ ഇതുവരെ കഴിഞ്ഞുപോയി. ഇപ്പോൾ പുതിയ പുതിയ കോഴ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ ഒന്ന് വിചാരിച്ചാൽ, ഒന്ന് തുറന്നു നോക്കാൻ കഴിഞ്ഞാൽ ധാരാളക്കണക്കിന് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, അറബി ഭാഷ പഠിക്കാൻ, കുടുംബ കൗൺസിലിങ്ങൾക്ക് മക്കളെ നന്നായി ശരിപ്പെടുത്താൻ ആ റേഡിയോ സംവിധാനം നമുക്ക് ഒരുക്കിയെടുക്കാൻ കഴിഞ്ഞു അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്. വീഡിയോകൾ കണ്ടുകൊണ്ട് ദീന് പഠിക്കാൻ ജമീൽ ആപ്പ് എന്ന സംവിധാനമുണ്ട്, അത് ഉപയോഗപ്പെടുത്തുക. മക്കൾ പിഴച്ചുകൊണ്ടിരിക്കുന്ന 4-മത്തത് അൽഹംദുലില്ലാ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് പട്ടാമ്പിയിൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇനി ഇതാ വരാനിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ, പ്രൊഫഷണൽ രംഗത്തുള്ളവരായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് സഹായകമാകുന്ന രൂപത്തിൽ കടലുണ്ടിയിൽ വെച്ചുകൊണ്ട് പ്രൊഫൈസ് എന്ന പേരിൽ ഒരു വലിയ സംരംഭം വരാൻ പോവുകയാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ ദീന് അറിയിച്ചു കൊടുക്കാൻ, എത്തിച്ചു കൊടുക്കാൻ പറ്റാവുന്ന എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുകയാണ്. ദീനിൻ്റെ വഴിയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമുക്ക് വേറെ താല്പര്യങ്ങളില്ല, ആരെയും പിടിച്ചടക്കാനില്ല, ആരെയും തളർത്താനില്ല, 1000 വോട്ടുകൾ കിട്ടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നില്ല, നമുക്ക് ആരെയും കാണിക്കാനുമില്ല. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ. ലാ നുരീദു മിൻകും ജസാം വലാ ശുകൂറാ, ആരുടെയും നന്ദി വാക്ക്, ആരുടെയും പ്രശംസ പോലും പ്രതീക്ഷിക്കാതെയാവട്ടെ നമ്മുടെ നന്മകൾ. സ്ത്രീകൾക്ക് വേണ്ടി വനിതാ വിജ്ഞാന വേദികൾ നടന്നുകൊണ്ടിരിക്കുന്നു. മഹത്തരമായ ഒട്ടനേകം സംരംഭങ്ങൾ വായിക്കാൻ നേർപ്പദം വാരിക നമ്മുടെ കൈകളിലുണ്ട്. വിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം പഠിക്കാൻ, അത് ശരിയാവണ്ണം പഠിക്കാതെ പോയതിൻ്റെ, അതിൻ്റെ ശരിയായ തലത്തിൽ അതിൻ്റെ മൻഹജുസ് സലഫ് പാലിച്ചുകൊണ്ട് വായിക്കാതെ പോയപ്പോൾ ഒരുപാട് അബദ്ധങ്ങളിലും പിശകുകളിലും സംഭവിച്ചപ്പോഴാണ് QHLSന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി സിലബസിന്റെ അടിസ്ഥാനത്തിൽ അത് പഠിപ്പിച്ചു കൊടുക്കാനും ധാരാളക്കണക്കിന് ആളുകളിലേക്ക് അതിൻ്റെ ആശയത്തെ, അർത്ഥതലങ്ങളെ കൊണ്ടെത്തിക്കാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടനേകം സംരംഭങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാനും നിങ്ങളും എവിടെ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുക. ഞാനും എൻ്റെ കുടുംബവും എവിടെയാണ് ഉള്ളത്? പ്രിയപ്പെട്ട ഭാര്യമാരെ, ഭർത്താവിനോട് നമുക്ക് ബാധ്യതയുണ്ട്. ഭർത്താവ് എന്ന നിലക്ക് അദ്ദേഹത്തെ, ആ മനുഷ്യനോടുള്ള അനുസരണയുണ്ടാവേണ്ടതുണ്ട്, മാന്യമായ നമ്മുടെ പെരുമാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. കുടുംബത്തിനോടുള്ള വലിയ ബാധ്യതകളിൽ ഒരു സ്ത്രീ എന്ന നിലക്കുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹ, 5 നേരം നിസ്കരിച്ചാൽ, വസാമത്ത് ഷഹ്റഹ, 1 മാസം നോമ്പ് നോറ്റാൽ, വഅതഅത് സൗജഹ, ഭർത്താവിനെ അനുസരിച്ചാൽ, വഹഫളത് ഫർജഹ, ലൈംഗിക വിശുദ്ധി സൂക്ഷിച്ചാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന പറഞ്ഞത്. എത്ര ഗൗരവത്തോടെയാണ് ആ വാക്ക് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, മാന്യമായ നമ്മുടെ പെരുമാറ്റം കാണിക്കേണ്ടത് അങ്ങാടിയിലും മഹല്ലുകളിലും റോഡിലുമൊക്കെ നമ്മൾ ഉഷാറാണ്. വആശിറുഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങളുടെ ഇണകളോട്, കുടുംബക്കാരോട് നിങ്ങൾ മാന്യമായി പെരുമാറണം. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിഹി, ഏറ്റവും നല്ല മനുഷ്യൻ അവന്റെ വീടകങ്ങളിൽ ഉത്തമന്മാരായി മാറേണ്ടതുണ്ട്. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നവരാകണം, അവരെ വേദനിപ്പിക്കുന്നവരായി മാറരുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണം, അവരുടെ ശാപമേറ്റു മേടിക്കുന്നവരായി മാറാതിരിക്കുക. മക്കളോടുള്ള നമ്മുടെ ബാധ്യത, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും റാഇൻ മസ്ഊലുൻ അൻ റഇയതിഹി, ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടും. മക്കളുടെ കാര്യം നന്നായി ശ്രദ്ധിക്കുക. അവർ വളർന്നു വരുന്ന സാഹചര്യം തികച്ചും വ്യത്യസ്തമായ അവസരങ്ങളാണ്. നല്ല ദീനീബോധവും തർബിയത്തും കൊടുത്ത് സ്നേഹത്തോടെ, ക്ഷമയോടെ അവരോട് പെരുമാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ദീന് നമുക്ക് നിലനിർത്തി കൊടുക്കാൻ, അത് പഠിക്കാൻ, പഠിപ്പിക്കാനുള്ള എല്ലാ ചാൻസുകളും നന്നായി ഉപയോഗപ്പെടുത്തേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ മനുഷ്യരെന്ന നിലക്ക് ഈ മഹത്തായ സംവിധാനങ്ങളെ കണ്ടറിഞ്ഞ്, അടുത്തറിഞ്ഞ് അതിൻ്റെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ ഈ സംസാരത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ജിന്നുകളോട് പ്രാർത്ഥിക്കണം, നിങ്ങൾ മലായിക്കത്തുകളോട് പ്രാർത്ഥിക്കണം. ജിന്നുകളോട് പ്രാർത്ഥിക്കണതിന് കുഴപ്പമില്ല, മലായിക്കത്തുകളോട് പ്രാർത്ഥിക്കണതിന് കുഴപ്പമില്ല എന്ന ഏതെങ്കിലും ഒരു ലേഖനമോ ഒരു സംസാരമോ നമുക്കിടയിൽ എവിടെയെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ? ഇല്ല, നമ്മൾ പറയില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല, നമുക്കത് പറയേണ്ടതുമില്ല. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള ആരോപണങ്ങളോ തെറ്റിദ്ധാരണകളോ ആരുടെയെങ്കിലും മനസ്സിനകത്തുണ്ടെങ്കിൽ തീർത്തും നിങ്ങളൊരു 2 മണിക്കൂർ ഇരുന്നു മനസ്സിരുത്തി പഠിക്കാൻ, വായിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്കും ബോധ്യപ്പെടും ഇവിടെ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ. ആ നിലക്ക് കൂടെ നമ്മൾ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വിശദീകരണമായ ഹദീസുകൾ ഏതെങ്കിലും നിലക്ക് അതിൻ്റെ സംസമിൻ്റെ പോരിശ, നബി തങ്ങൾ പഠിപ്പിച്ച അജ്വയുടെ മഹത്വം, ഖബറിനുള്ള അദാബ്, ഏതെങ്കിലും നബി പഠിപ്പിച്ച ഒരു ഹദീസിനെ നിഷേധിക്കുന്ന ഒരു ബുദ്ധിജീവിയായി നീ മാറിയാൽ
തീർത്തും നീ വലിയ ഫിത്നയിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആനിനെ അംഗീകരിക്കുകയും നബി തങ്ങളുടെ ഒരൊറ്റ ഹദീസും ആവശ്യമില്ല എന്ന ബോധ്യവും ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ താങ്കളുടെ ആ ഖുർആൻ സ്വീകരണം പോലും വെറുതെയാണ് എന്ന ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് കേൾക്കാനും പഠിക്കാനും വായിക്കാനുമുള്ള നല്ല ഒരു മനസ്സുണ്ടാവണം. നാളെ നരകത്തിന്റെ തീയായി മാറുന്ന പല ആളുകളുമുണ്ട്. അവരോട് പറയപ്പെടുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് നരകത്തിൽ പ്രവേശിച്ചത്? ആ നരകവാസികൾ അന്ന് പറയുന്ന വാക്കുണ്ട്, വഖാലു, അവര് പറയും, ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു, ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ ഈ വെന്തരിയുന്ന നരകത്തിൽ വീഴൂലായിരുന്നു. ഞങ്ങൾ കേട്ടില്ല, ഞങ്ങൾ ചിന്തിച്ചില്ല, ഞങ്ങൾ പഠിക്കാൻ ഒരുക്കമല്ല. ആ വാശിയെല്ലാം മാറ്റിവെക്കേണ്ടവരാണ് നമ്മൾ. ചിലരൊക്കെ പറയും, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ശരി തന്നെയാണ് പറഞ്ഞതൊക്കെ, പക്ഷെ എൻ്റെ ചങ്ങാതിമാരൊക്കെ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ചങ്ങാതിമാരുടെ കൂടെയാണ്. പരലോക കോടതിയിൽ ചിലർ വന്നിട്ട് പറയും, യാ ലൈതനാ യാ വൈലതാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ കഷ്ടമേ, ലമ്മത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്നാലിന്ന ചങ്ങാതിയെ എൻ്റെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേ. ആ ചങ്ങാതിനെ കൊണ്ടാണ് ഞാൻ ഈ അവസ്ഥയ്ക്ക് എത്തിയത് എന്ന് അവസാനം വിലപിച്ച് പറയുന്നവരുണ്ട്. ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു, ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ പോകുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, അവലൗകാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വഹും ലാ യഹ്തദൂൻ, അവർ പിഴച്ചവരോ അവർ ബുദ്ധിയില്ലാതെ സംഭവിച്ചു പോയ വല്ലതും ചെയ്തു കൂട്ടിയവരൊക്കെ ആണെങ്കിലും നിങ്ങൾ അവർ ചെയ്ത അബദ്ധങ്ങളൊക്കെ നിങ്ങളും പിൻപറ്റുകയാണോ എന്ന ഖുർആനിന്റെ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഹുദയിലേക്ക് വരിക. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്, നമ്മുടെ കണ്ണും നമ്മുടെ കാതും ഹൃദയവും പടച്ച റബ്ബിന് കൊടുക്ക. പടച്ചോൻ നമുക്ക് എന്തൊരു നിഅമത്ത് തന്നിട്ടുണ്ടോ. പടച്ച റബ്ബ് തന്ന എല്ലാ നിഅമത്തും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ചോദിക്കും, എന്ത് ചെയ്തു എന്ന ചോദ്യമുണ്ടാകും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. റബ്ബിന്റെ മുമ്പിൽ എല്ലാത്തിനും ചോദ്യമുണ്ടാകും. അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് ഈ ലോകത്ത് നിന്ന് അവസാനം വിട പറഞ്ഞ് 6 അടി മണ്ണിലേക്ക് ബർസഖിന്റെ ഖബറിന്റെ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട്. വമിൻ വറായിഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. പിന്നീട് ഒരു വലിയ മറയിലാണ് പരലോക കോടതി വരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാൾ വരെ. ആ ഖബറിനകത്ത് നമ്മുടെ നന്മ തിന്മകൾക്ക് അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടുന്ന ഒരു ലോകമാണ് ആ ബർസഖ് മുതൽ നമ്മൾ അനുഭവിക്കുന്നത് എന്ന ബോധ്യത്തോടെ ഒരു നന്മയും നിസ്സാരമായി കാണേണ്ട പരലോകത്ത് വന്ന് യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എൻ്റെ ജീവിതകാലത്ത് കുറച്ചു നന്മ ചെയ്തിരുന്നെങ്കിൽ എന്ന് വിലപിക്കുന്ന അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ നമ്മൾ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഖു അൻഫുസകും വഅഹ്ലീകും നാറ. വാപ്പ മാത്രം പള്ളി, ഉമ്മ മാത്രം ക്ലാസ്സുകളിൽ, മക്കൾ പലരും സജീവ പ്രവർത്തകന്മാർ തുടങ്ങിയ അവസ്ഥക്ക് പകരമായി ഒറ്റ മനസ്സോടെ ഒരേ മനസ്സോടുകൂടെ നമ്മുടെ കുടുംബം ഏറ്റവും നല്ല ശാന്തമായ അവസ്ഥയിലേക്ക് വന്ന് വീടെന്ന് പറയുന്ന വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതിക്കും സഖനാ, നിങ്ങളുടെ ആശ്വാസത്തിന്റെ കേന്ദ്രമാണ് വീട്. മക്കൾക്ക്, ഭാര്യയ്ക്ക്, ഭർത്താവിന് വീട്ടിലേക്ക് എത്തുമ്പോൾ സാന്ത്വനത്തിന്റെ പരിചരണം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടാൽ അവിടം മുതൽ നമുക്ക് ഈ ദുനിയാവും തന്നെ സുഖങ്ങൾ പലതും അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള നരകത്തിൽ നിന്ന് മോചനം നേടാൻ ആളിക്കത്തുന്ന മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കുന്ന നരകത്തിന്റെ വിറകാകാതിരിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. റബ്ബന സ്രിഫ് അന്നാ ഇബാദുർ റഹ്മാൻ, റബ്ബന സ്രിഫ് അന്നാ, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, ഞങ്ങളെ നരകത്തിന്റെ അദാബുകളിൽ നിന്ന് രക്ഷിക്കണേ റബ്ബേ. ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമാ. എത്ര ദയനീയമായ, എത്ര മോശമായ അവസ്ഥയാണ് ആ നരകം എന്നാലോചിച്ച് നോക്ക്. ദുനിയാവിലെ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂട്. ഈ ദുനിയാവിലെ തീ നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ദുനിയാവിൻ്റെ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂട്. ഒരിക്കലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾക്ക് പുറത്ത് കടക്കാനുള്ള ഒരു വഴിയുമില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടിക്കടക്കാൻ ഒരു ശഫാഅത്ത്, ഒരു ശുപാർശകനില്ല.
അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, മല്ലന്മാരായ കഠിനന്മാരായ മലക്കുകളാണുള്ളത്. തൊലികൾ കത്തിച്ച് കത്തിച്ച് നരകത്തിലിട്ട് വിറകാക്കി മാറ്റിയിട്ട് സുമ്മ ബദ്ദൽനാഹും ജുലൂദ, പുതിയ തൊലി കൊടുത്തിട്ട് വീണ്ടും ശിക്ഷ നൽകിക്കൊണ്ടിരിക്കും. തീയെങ്ങാനും ഒരു പൊടിക്ക് ശാന്തമായാൽ കുല്ലമാ ഖബതു വസിദ്നാഹും സഈറ, വീണ്ടും അതിനെ ആളിക്കത്തിച്ചു കൊണ്ടിരിക്കും. ആ നരകത്തിൽ നമ്മൾ, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ പെങ്ങൾ, നമ്മോടൊപ്പം ജോലി ചെയ്തവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ ആരും പെട്ടുപോകാതിരിക്കാൻ ഉപദേശിക്കാനും പറയാനും പറഞ്ഞു കൊടുക്കാനാണ് നമ്മുടെ പണി. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, എത്തിച്ചു കൊടുക്കലാണ് പണി. അയനിക്കോട് അങ്ങാടിയിൽ ഇത് പറയലാണ് നമ്മുടെ പണി, പറഞ്ഞു കൊടുക്കലാണ്, വാട്സപ്പിൽ അയച്ചു കൊടുക്കലാണ്, ലഘുലേഖ കൊടുക്കലാണ്, പുസ്തകം കൊടുക്കലാണ്, ക്ഷണിക്കലാണ് നമ്മുടെ പണി. ഫദക്കിർ, ഉത്ബോധനം കൊടുത്തോളൂ. ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അത് ഉപകാരത്തിൽപ്പെട്ടേക്കാം. ആ ഉപകാരപ്പെടുന്ന നാഫിആയ ഇൽമായി മാറുന്ന ഒരു സദസ്സായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സ്വതക്കുകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സദസ്സിൽ വരാൻ കഴിയാതെ പോയ രോഗികളുണ്ട്, അള്ളാഹു അവർക്ക് രോഗത്തിന് ശിഫ നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരുടെ മക്കൾ, പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾ പലരും വിട പറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹുവേ, അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ബർസഖിന്റെ ലോകത്ത് സ്വർഗത്തിന്റെ കാഴ്ചകൾ നീ കാണിച്ചു കൊടുക്കണമേ. ഞങ്ങളുടെ മുറാദുകൾ, നല്ല മുറാദുകൾ ഹാസിലാക്കി തരണമേ. നല്ല കുടുംബാന്തരീക്ഷം ഞങ്ങളിൽ നിലനിർത്തി തരണമേ. ഞങ്ങളുടെ മക്കളെ നല്ല സ്വാലിഹീങ്ങളാക്കി അനുഗ്രഹിക്കണമേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചു മരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.